വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എന്ത് നല്ല നടക്കാത്ത അപ്പോൾ ഞങ്ങളുടെ 4ാമത്തെ എപ്പിസോഡാണ് ഈ വർഷത്തെ അവസാനത്തെ എപ്പിസോഡ്. ഈ വർഷത്തെ അവസാനത്തെ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ ആലോചിച്ചായിരുന്നു 2025 ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മലയാള സിനിമകൾ, ഇഷ്ടപ്പെട്ടതല്ല എല്ലാ ഓൾമോസ്റ്റ് ഓൾ മലയാള സിനിമകളെ പറ്റിയും ടച്ച് ചെയ്ത് പോകാമെന്ന് ഇങ്ങനെ ഓർക്കുന്നു. ഞങ്ങൾ കണ്ടത്, ഞങ്ങളുടെ കാണാൻ പറ്റിയതും ഒരുപാട് സിനിമകൾ കാണാനുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ അറിവിൽ ഉള്ള സിനിമകൾ വെച്ചിട്ട് ഞങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയാന്നോർത്താണ് ഈ ഒരു എപ്പിസോഡ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോ നമ്മുടെ കൂടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടായിരുന്ന പൈ ഇത്തവണയുണ്ട് നമ്മുടെ കൂടെ. പൈയുടെ വീരകഥകളും നമുക്ക് കേൾക്കാം. ഓക്കെ, ഹായ് ഗൈസ്. അപ്പൊ നമുക്ക് ഒരു സിമ്പിൾ ആയിട്ട് തുടങ്ങാം. അതായത് നമുക്ക് 3 പേർക്കും കാണുമല്ലോ ഒരു പേഴ്സണൽ, നമുക്ക് ഒരുപാട് ഫേവറേറ്റ് മൂവീസ് ഉണ്ടായിരിക്കും ഈ ഒരു വർഷം. പക്ഷെ അതില് ഒരു പേഴ്സണൽ ഫേവറേറ്റ് എല്ലാവർക്കും കാണുമല്ലോ. അപ്പൊ അതിൽ നിന്ന് വേണം തുടങ്ങാം. നമുക്ക് ആദ്യം തന്നെ ജിഷ്ണുവിന്റെ കാര്യത്തിൽ തുടങ്ങാം. എന്റെ പേഴ്സണൽ ഫേവറേറ്റ് കഴിഞ്ഞ വർഷം പ്രാവൻകൂട് ഷാപ്പായിരിക്കും. പ്രാവൻകൂട് ഷാപ്പാണ് എന്റെ ഫേവറേറ്റ്. യെസ്, അത് ബോക്സ് ഓഫീസിൽ വിജയിച്ചില്ല. അതിലേക്ക് നല്ല വിഷമമുണ്ട്. കാരണം ഒരു അടിപൊളി വിഷ്വൽ ലാംഗ്വേജും പറഞ്ഞ സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും മൊത്തത്തിലൊരു നല്ല പാക്കേജ് ആയിരുന്നു. പക്ഷെ ഓഡിയൻസ് അത് ഏറ്റെടുത്തില്ല. എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. ചിലവര് പറയുന്ന ക്ലൈമാക്സിന്റെ അതാണെന്ന് പറയുന്നുണ്ട്. ചിലവര് ഈ പറഞ്ഞ ഈ പ്രമോഷൻ മര്യാദക്ക് നടത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് നിനക്ക് അത് കൂടുതൽ ഇഷ്ടപ്പെട്ടു? അത് ഞാൻ ഭയങ്കര ഡ്രാമ ഇഷ്ടപ്പെടുന്ന, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഞാൻ പ്രസ്റ്റീജ് ഇഷ്ടപ്പെട്ടിട്ടാണ് സിനിമയിൽ പറഞ്ഞത്. എനിക്ക് അതിന്റെ കുറെ ഒരു എന്താ പറയാ, ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന സിനിമകളുടെ കുറെ സത്തുണ്ടായിരുന്നു. അപ്പൊ എക്സ്പ്ലനേഷൻ ആയിട്ടൊക്കെ പറയാൻ പറഞ്ഞ എന്റെ കയ്യിൽ വലുതായിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് ഞാൻ പറയാറുള്ള പോലെ ഞാൻ കണ്ടിറങ്ങിയപ്പോ എനിക്ക് കൊള്ളാം, അടിപൊളി സാധനം എന്നുള്ളൊരു സംഭവം എനിക്ക് കിട്ടി. പ്രാവൻകൂട് ഷാപ്പ് അല്ലാണ്ട് പറയാനാണെങ്കിൽ ക്യാരക്ടർ വൈസ് ആണെങ്കിൽ സൗബിന്റെ അഭിനയം, നമ്മുടെ ബേസിലിന്റെ അഭിനയം, ഈവൻ അഭിനയിച്ചവരെല്ലാം അടിപൊളിയായിരുന്നു. ഈവൻ ചാന്ദിനി അടിപൊളിയായിരുന്നു, ചെമ്പൻ വിനോദ് അടിപൊളിയായിരുന്നു. എനിക്ക് അഭിനയത്തെയൊക്കെ കൂടുതൽ അതിന്റെ ഒരു ഷോർട്സ്, ക്യാമറ വർക്കിന്റെ ഒരു സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ചില ഷോർട്സ് ഒക്കെ ഭയങ്കര ഇൻവെന്റീവ് ഷോർട്സാ. അത് കാണുമ്പോൾ അടിപൊളിയും കണ്ട് കിഡിലിനായിട്ട് ചെയ്തല്ലോ തോന്നിയോ. പക്ഷെ ഞാൻ ആ ഓപ്പോസിറ്റ് സൈഡിലാണ്. എനിക്ക് ആ മൂവി ജസ്റ്റ് ഒരു ആവറേജ് ഫീലേ വന്നിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. ബോക്സ് ഓഫീസിൽ നമുക്ക് ഇവിടെ കാണാനുള്ള അവസരം ഉണ്ടായിരുന്നെങ്കിലും കാണാൻ പറ്റിയില്ല ആ ഒരു സമയത്ത്. എന്നുവെച്ചാൽ എനിക്ക് കുറച്ചുകൂടി നമ്മുടെ ഈ നൈറ്റ്സ് ഔട്ട് അങ്ങനത്തെ ഈ ഡിറ്റക്റ്റീവ് പരിപാടി ഇഷ്ടപ്പെടുന്നവർക്ക് അത് വർക്കാവുന്ന എനിക്ക് തോന്നി. അതുകൊണ്ടായിരിക്കും അവര് റിലീസ് ചെയ്യാനും കാര്യം. ഈ പറഞ്ഞ പോലെ ആ വേൾഡ് ബിൽഡിംഗ് ഭയങ്കര അടിപൊളിയായിരുന്നു. ഈ പറഞ്ഞ ഷൈജു ഖാലിന്റെ വേൾഡ് ബിൽഡിംഗ് അടിപൊളിയായിരുന്നു. നമുക്ക് ഭയങ്കര പുതുമയായിരുന്നു വേൾഡ്. എനിക്ക് എനിക്കത് പേഴ്സണൽ ഫേവറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് ആണ്. ഇപ്പൊ കഴിഞ്ഞ 20 വർഷത്തെ മലയാള സിനിമകളുടെ ബെസ്റ്റ് 10 എനിക്ക് ചിലപ്പോ ഞാൻ പ്രാവൻകൂട് ഷാപ്പ് എടുക്കുമായിരിക്കും. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. നല്ല പടമായിരുന്നു. പൈക്ക് എന്ത് തോന്നി പ്രാവൻകൂട്? ഭാവിയിലെ മറ്റേ എന്തോ അയ്യോ നമ്മളെ തിയേറ്ററിൽ ആ സാധനല്ലേ, അതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ തിരക്കൊക്കെ ഉള്ള ഫാൻസ് പോലെ, അല്ലാതെ ദേവദൂതൻ തിരക്കൊക്കെ ഉള്ള ഫാൻസ് പോലെ തന്നെ. അത് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റോപ്പൊക്കെ കണ്ടിട്ടില്ലേ, ഹിച്ച്കോക്കിന്റെ, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഗ്ലോബൽ ആയിട്ടുള്ള ഒരു സാധനം ഒരു കള്ള് ഷാപ്പിലിട്ട് പറയാന്ന് പറയണേ ചില്ലറ പരിപാടിയേ അല്ല. അത് ഗംഭീര സാധനമായിരുന്നു. അത് നമുക്ക് കുറച്ച് 12 ആംഗ്രി മെന്നും കുറച്ച് റഷമോനും ഒക്കെ കിട്ടുന്ന എല്ലാം നമുക്ക് കിട്ടുന്നൊരു പരിപാടിയാണ്. പിന്നെ ഷൈജു ഖാലിദ്, വിഷ്ണു എല്ലാവരുടെയും ഗംഭീര വർക്കായിരുന്നു. പെർഫോമൻസ്, മേക്കപ്പ്, പ്രൊഡക്ഷൻ ഡിസൈൻ, ടെക്നിക്കലി എല്ലാം ടെക്നിക്കലി ഒന്നും പറയല്ല. സ്റ്റൺസ് ആയാലും നല്ല സെൻസിബിലിറ്റി ഉള്ള ഡയറക്ടർ, അപാര സെൻസിബിലിറ്റി ഉള്ള പ്രൊഡ്യൂസർ. എന്തുകൊണ്ട് തോറ്റു എന്ന് പറയണേല് എനിക്ക് അത് പലതും പറയണ്ട. ഈ ക്ലൈമാക്സ്, പക്ഷേ ഇതിലും മോശം ക്ലൈമാക്സ് ഉള്ള സിനിമകൾ ഇവിടെ 50 കോടി ക്ലബിൽ വരെ എത്തി, 50 കോടിയും 100 കോടിയും ക്ലബിൽ വരെ എത്തി.
അപ്പൊ നമുക്ക് അങ്ങനെയൊന്നും പറയണ്ട. വിജയിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും ഏറ്റവും വലിയ വിജയ ഫോർമുല. അതെ അതെ അതെ. ഇതൊക്കെ ഒരു എന്തൊക്കെയോ ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ പക്ഷെ ആ സിനിമ കുരുതി ആവരുതായിരുന്നു എന്ന് എനിക്ക് ഇതുണ്ടായിരുന്നു. ഉം. എന്നും അതൊക്കെ പറയുമ്പോഴും എല്ലാത്തിലും എനിക്ക് ഈ വർഷം ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് തോന്നിയത്. അതിൽ ഭേദമാണ് ഈ സിനിമ, അങ്ങനെ രണ്ടുപേരും തോന്നിയുള്ളൂ കേട്ടോ. തിയേറ്ററിലായിരുന്നോ കണ്ടത്? അത് തിയേറ്റർ റിലീസ് ആയിരുന്നു. നിങ്ങൾ രണ്ടുപേരും അങ്ങനെയാണോ കണ്ടത്? ഞാൻ തിയേറ്ററിൽ സിനിമാസിനാണ്. ഞാൻ സിനിമാസിനല്ല കണ്ടത്. എനിക്ക് അന്ന് ആ സമയത്ത് തിയേറ്റർ റിലീസ് ആയിരുന്നു. ആ സമയത്ത് എന്തോ ഒരു പരിപാടി വന്നിട്ട് ഞാൻ കണ്ടത് വെച്ചാൽ ഡിസ്ട്രാക്റ്റഡ് വ്യൂവിംഗ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇപ്പൊ ഞാനിപ്പോ ഒരു തിയേറ്ററിൽ കയറി നിന്ന് കാണുവാണെങ്കിൽ ഞാൻ ഒരിക്കലും നമ്മൾ വേറെ കാര്യം ശ്രദ്ധിക്കത്തൊന്നുമില്ല. ഇപ്പൊ നമ്മള് ഞങ്ങളൊരു ഗ്രൂപ്പിന്റെ കൂടെ ഇരുന്നാ കണ്ടത്. അപ്പൊ ആ ഗ്രൂപ്പ് ഒരു ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് അവര് വേറെ കാര്യം സംസാരിക്കുന്നു. ഇടയ്ക്ക് സിനിമ കാണുമ്പോൾ സംസാരവും അങ്ങനെ ഭയങ്കര അലമ്പിലിരുന്ന് കണ്ട ഒരു ഫീൽ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അല്ലാതെ ഇപ്പൊ തന്നെ ഇരുന്ന് ഇപ്പൊ അത് കാണുവാന്ന് രീതി കണ്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കാനും ഇങ്ങനത്തെ കാര്യം. ഇപ്പൊ എനിക്ക് ആ ഒരു റഷമോൻ ഫീൽ കിട്ടിയായിരുന്നു. ആ ഒരു പറയുന്ന പോലെ പല പെർസ്പെക്റ്റീവിൽ നിന്ന് ഓരോരുത്തരും ഓരോ കഥ പറയുന്ന രീതിയിലുള്ള സംഭവമൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു. പക്ഷെ ഒന്നുകൂടെ എപ്പോഴേലും ഇരുന്ന് കാണാം. ഇപ്പൊ എപ്പോഴേലും ഇരുന്ന് ഒരു സിനിമ ഒന്നുകൂടെ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം തന്നെ. ഇപ്പൊ ഇനി ഇഷ്ടം പോലെ വേറെ സിനിമകൾ കാണാറുണ്ട്. നമ്മൾ ലിസ്റ്റ് ഇങ്ങനെ കിടക്കുമല്ലോ. അപ്പൊ അത് കണ്ടേക്കാന്ന് ഓർത്ത് നമ്മൾ വിട്ടുപോകും പലപ്പോഴും. എങ്ങനെ റാൻഡം ആയിട്ട് ഇനി കണ്ടാൽ കാണാം ഒരു ഇതാണ്. പക്ഷെ അപ്പൊ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാന്ന്. പൈയുടെ അപ്പൊ പേഴ്സണൽ ഫേവറേറ്റ് ഇത് തന്നെയാണോ? ഇല്ല, പേഴ്സണൽ ഫേവറേറ്റ് ഒന്നുമില്ല കേട്ടോ. ഇല്ലല്ലേ. പേഴ്സണൽ ഫേവറേറ്റ് പറഞ്ഞ റോന്ത് പറയാം. റോന്തോ? ഓക്കെ ഓക്കെ. ഞാൻ റോന്ത് കണ്ടില്ല. റോന്താണ് ഞെട്ടിച്ച സിനിമ. അതിനെ ലൈക്ക് നമ്മുടെ ഒരു ഭാഗം എടുക്കാന്ന് പറയില്ലേ, കുറേ നാളുകൾ കഴിഞ്ഞിട്ട്. പിന്നെ മൂപ്പരെ എല്ലാ പടവും ഷാഹിദ് കബീറിന്റെ ബാക്കിലുള്ള ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒഴിച്ചു കേട്ടോ, എല്ലാ പടവും ഓഫീസർ ഡ്യൂട്ടി എന്നെ ഇരുത്തി. പക്ഷെ എല്ലാ പടവും എന്നെ ഇങ്ങനെ മൂവ് ചെയ്തൊരു പടമാണ്. അതിൽ റോന്ത് ആണ് എനിക്ക് ഈ വർഷം വെരി ഹാർഡ് ടു പുൾ ഓഫ്. ഇംപ്രസീവ് പെർഫോമൻസ്, എല്ലാം കൊണ്ടും നല്ല പ്രൊഡക്ഷൻ, അത് മനസ്സിലാക്കുന്നൊരു പ്രൊഡ്യൂസർ. അപ്പം അതിൽ ഗംഭീര സിനിമയായിരുന്നു, ഒന്നും പറയാനില്ലാത്ത. അപ്പം അതിനകത്ത് എല്ലാവരും ക്ലൈമാക്സ് ഒക്കെ എന്തൊക്കെയോ ഇത് പറയുന്നുണ്ട്. പക്ഷെ ഇതൊരു എനിക്ക് ഭയങ്കര ഒരു വിൻ സിനിമയായിട്ടാണ് തോന്നിയത്. ഭയങ്കര രസമുണ്ടായിരുന്നു. പക്ഷെ അതാണ് ഞാൻ പറയണേ, ഇതിലും അങ്ങനെ ഭയങ്കര ഇമ്പ്രസീവ് അല്ലാത്ത ക്ലൈമാക്സ് ഒക്കെ വിച്ച് ഇസ് ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ വിടാറുണ്ട് വെൻ ഇറ്റ് കംസ് ടു സോ കോൾഡ് പോപ്പുലർ എന്റർടൈൻമെന്റ് സിനിമ. അപ്പം അത് പിന്നെ അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. അങ്ങനെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ കോംപ്രമൈസബിൾ ആണ് എല്ലാം. ഇപ്പൊ വ്യസനം എന്നെ ഭയങ്കര ഇമ്പ്രസ് ചെയ്തതാണ് ഈ വർഷം, ഭയങ്കര ഇമ്പ്രസ് ചെയ്തതാണ്. പക്ഷെ അത് ലാസ്റ്റ് കൊണ്ട് എനിക്ക് സെന്റിമെന്റ്സ് അല്ല എനിക്ക് അതിന്റെ ഈ ബാക്കിൽ വർക്ക് ചെയ്ത കുറച്ച് പേര് അറിയാന്നുള്ളത് കൊണ്ട് അതിലെന്താ സംഭവിച്ചതെന്ന് എനിക്കറിയാം. പക്ഷെ സ്റ്റിൽ ഒരു ഓഡിയൻസ് എന്നുള്ള രീതിക്ക് അൺകോംപ്രമൈസബിൾ ആണ്. ജിംഖാന അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര വർക്കായ സിനിമയാണ്. പക്ഷെ അതിനും എന്തൊക്കെയോ ഒരു ഇൻകംപ്ലീറ്റ് ടച്ചസ് ഉണ്ട്. പക്ഷെ ജിംഖാനൊക്കെ ഇനി അങ്ങോട്ട് ചിലപ്പം ഈ പറഞ്ഞ ഒരു 10 year കഴിഞ്ഞിട്ടുള്ള ഒരു റീഡിങ് ഉണ്ടാവും കേട്ടോ. അതൊരു മോഡേൺ സിനിമയുടെ തുടക്കമാണ് ജിംഖാനയൊക്കെ. വൈബിന് വേണ്ടി പോയാൽ മതി. ഭയങ്കര ഐഡിയ കഥ എന്നൊക്കെ ചിന്തിച്ചു പോയ കോമഡിയാണ്. ജിംഖാന കാണാൻ പോകുമ്പം തല്ലുമാല മറന്നിട്ട് പോകണമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ തല്ലുമാല മറക്കാതെ ഇരുന്ന് കണ്ടത്. അതാ പ്രശ്നം. നമ്മുടെ മൈൻഡില് ഖാലിദ് റഹ്മാൻ തല്ലുമാല എന്ന് വെച്ചാൽ ഭയങ്കര ഇംപ്രസീവ് ആയിട്ടൊരു സിനിമയായിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ അതിന്റെ ആ ഒരു ഓരോ രീതിയിൽ അതൊരു ടീമൊക്കെ ആണെങ്കിലും അതൊരു ഡിഫറെന്റ് ടൈപ്പ് പുതിയ ആളുകളെ വെച്ചൊരു ടീം ഉണ്ടാക്കുന്നു. അങ്ങനെ രീതിയിലൊക്കെ ഒരു രസം ഉണ്ടായിരുന്നു. പക്ഷെ ജിംഖാന അത് മൈൻഡിൽ കിടന്നുപോയി. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമെന്നൊരു രീതിയിൽ കിടന്നപ്പോ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാനും തോന്നി. ഇതും ഈ പറയുന്ന പോലെ തിയേറ്റർ വാച്ച് ആയിരുന്നെങ്കിൽ ഡിഫറെന്റ് ഫീൽ ആയിരുന്നേനെ. ഞാൻ മിക്ക സിനിമകളും ഞാനിപ്പോ ഈ ഒരു ഇയർ ഹാഫ് കഴിഞ്ഞ പിന്നെ തുടർച്ചയായിട്ട് തിയേറ്ററിൽ പോയി സിനിമ കണ്ടേക്കാന്ന് വെച്ചത്. കാരണം ആ ഒരു സമയം ഈ വർഷം പോക്കാവുന്നൊരു മൈൻഡിലായിരുന്നു. ആദ്യം തന്നെയാണ് രേഖാചിത്രം കണ്ടപ്പോൾ ഭയങ്കര ഹൈപ്പ് കണ്ട് ഭയങ്കര ഹൈപ്പ്. എല്ലാവരും പറഞ്ഞു ഉഗ്രം സിനിമ, രക്ഷയിൽ ആസിഫ് അലി വീണ്ടും ഹിറ്റ് എന്നൊക്കെ പറഞ്ഞു കാണാതെ കണ്ടു കഴിഞ്ഞപ്പോ ഓക്കെ എന്നൊരു ഫീലേ വന്നിട്ടുള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ. ഇത്രയും ഉള്ളതിന് ഇത്രയും തള്ളാണെങ്കിൽ വെറുതെ നമ്മളിപ്പോ ഇവിടെ ഇത്രയും തുക കൊടുത്ത് തിയേറ്ററിൽ പോയി കണ്ട് വെറുതെ എന്തിനാ നിർത്തുന്ന OTT വരുമ്പോ ആ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് ഓർത്തു. പിന്നെ ഹാഫ് കഴിഞ്ഞപ്പോ തൊട്ട് പതിയെ
ഡിഫറെന്റ് ടൈപ്പ് പടങ്ങൾ കണ്ടു തുടങ്ങിയപ്പോഴത്തേക്കും ഒരു ഇത് തോന്നി. അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഈ വർഷത്തെ എക്കോ തന്നെയാണ്. എനിക്കറിയില്ല അത് എക്കോ ആണ് എന്റെ പേഴ്സണൽ ഫേവറേറ്റ്. അതിന്റെ മെയിൻ ആയിട്ട് ഞാൻ റൈറ്റിംഗ് ആ ഒരു സ്റ്റോറി രീതിയിലേക്ക് ഞാൻ കൂടുതൽ ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ട് എല്ലാ രീതിയിലും നല്ല സിനിമയാണ്. പക്ഷെ എനിക്ക് അതിന്റെ സ്റ്റോറി ഈവൻ എല്ലാ ഡയലോഗും 2 തവണ കേട്ട് കഴിഞ്ഞാൽ 2 രീതി ചിന്തിക്കാൻ പറ്റും. ആ രീതിയിലാണ് പുള്ളി എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് ഈവൻ ഇന്ന് നെറ്റ്ഫ്ലിക്സിൽ അത് വന്നു. നെറ്റ്ഫ്ലിക്സിൽ അത് വന്നപ്പോ ഞാനിവിടെ ഓണാക്കി വെച്ചിരിക്കുക. ഞാനിപ്പോ നമുക്ക് ഈ ഒരു നമുക്ക് ഈ എപ്പിസോഡ് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോ ഞാൻ അരമണിക്കൂറോടെ കഴിഞ്ഞ് സിനിമ തീർന്നിട്ട് ചെയ്താൽ മതിയോ എന്ന്. കാരണം ആ ക്ലൈമാക്സ് ഷോട്ട് എന്റെ മൈൻഡിൽ ഇങ്ങനെ എപ്പോഴും കിടക്കുക. ഭയങ്കര ഇഷ്ടമുള്ള ഷോട്ടാണ് അത് പിന്നെ ഒന്ന് അതിലേക്ക് എത്തുന്നത്. കാരണം ഇപ്പൊ കണ്ടപ്പോ പുതിയ കുറെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അങ്ങനെ അതായത് നമ്മള് അവിടെ തിയേറ്ററിൽ ഇരുന്ന് മിസ്സായി പോയ പല കാര്യങ്ങളും ഇപ്പൊ കാണുമ്പോൾ കുറെ അവിടെ ഇവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെ അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനിയിപ്പോ ഏതായാലും ഈ വർഷത്തെ ഒന്ന് നമുക്ക് നോക്കാം. പതിയെ ഒരു പെട്ടെന്ന് ഓടിച്ചിട്ടൊന്ന് നോക്കാം. തുടങ്ങിയപ്പോ തൊട്ട് എന്ത് പറ്റി, നമ്മളെ എങ്ങനെയാണ്, നമ്മുടെ ഒരു ഗ്രാഫ് എങ്ങനെ പോയി ഈ വർഷം. ക്ലബുകൾ ഒരുപാടുണ്ടല്ലോ. അതെ, ഫസ്റ്റ് പടം തന്നെ പറയാണ് ഐഡന്റിറ്റി. എനിക്ക് അതിന്റെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടില്ല? ഐഡന്റിറ്റി എനിക്ക് പ്രതീക്ഷയുള്ള സിനിമയാണ്. കാരണം ആ ഡയറക്ടറുടെ സിനിമകൾ നല്ലതാണല്ല. പുള്ളി ഒരു കഥ ഒരു ഡിഫറൻസ് നോക്കാം. ഫോറൻസിക് എഴുതിയ ആള് തന്നെയാണ്. ഫോറൻസിക്കിലാണെങ്കിൽ എനിക്ക് ആ ഒരു പയ്യന്റെ പാർട്ട് കാണിച്ച് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഒരു പയ്യനെ വെച്ചിട്ടൊരു ട്വിസ്റ്റ് കാണിക്കുന്നുണ്ടല്ലോ. ആ ചെറുക്കനെല്ലാം ചെയ്യുന്നതെന്ന് കാണിക്കുക. ആ ഒരു കൊച്ചിനെ കൊണ്ട് പോകുന്ന ഒരു സീനൊക്കെ നല്ല സൂപ്പറായിട്ടായിരുന്നു കാണിച്ചിരുന്നത്. പിന്നെ മേക്കിങ്ങില് ബാക്കി ഇതായി പോയെങ്കിലും പക്ഷെ ആ പടം വിജയമായിരുന്നു പറയുന്ന പോലെ. അത് അപ്പൊ അവരുടെ ടീം വരുന്നു. പിന്നെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇംഗ്ലീഷിൽ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ മൂവി ഉണ്ട്. അതിന്റെ റീമേക്ക് എങ്ങാനും ആണോന്ന് ഞാൻ ഓർത്തു. അത് നമ്മൾ ഈ ഒരു 10-12 പേര് ഒരേ സ്ഥലത്ത് വന്നിട്ട് ഓരോരുത്തരായിട്ട് കൊല്ലപ്പെടുന്നു. അങ്ങനത്തെ ഒരു ടൈപ്പ് സിനിമ. നമ്മുടെ അഗാഥ ക്രിസ്റ്റി മോഡൽ സംഭവം ആ സ്റ്റോറി ആയിരുന്നു അതിന്റെ. അപ്പൊ അതുപോലെ ഒരു പടം ആകുമോ എന്ന് ഓർത്തു. പിന്നെ ടോവിനോട് ഒരു ഡിഫറെന്റ് രീതിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇൻട്രസ്റ്റിംഗ് ആവുമെന്ന് ഓർത്തു. പക്ഷെ ഭയങ്കര ഓവർ കോംപ്ലിക്കേറ്റഡ് ആയ കാരണം പോയ ഒരു പടം അത് ഭയങ്കര ഫ്ലോപ്പ് ആയി പോയിരുന്നു. അങ്ങനെ ബഡ്ജറ്റ് ഉള്ള സിനിമയാണെന്ന് തോന്നുന്നു. നല്ല ബഡ്ജറ്റ് ഉള്ള സിനിമ. അപ്പൊ സിനിമാറ്റോഗ്രാഫി ആക്ഷൻ എഡിറ്റിംഗ് എനിക്കൊന്ന് ചമൻ ചാക്കോ അതിലാന്ന് തോന്നി പറയുന്നത്. ഈ ഏതോ ഒരു കാർ ചേസിൽ ആക്സിഡന്റ് പുള്ളി സ്റ്റോക്ക് വീഡിയോ വെച്ചിട്ട് എടുത്തിട്ടുണ്ടെന്നോ, ഷൂട്ട് ചെയ്ത് ശരിയാവാഞ്ഞിട്ട് അങ്ങനെ എന്തോ എടുത്ത് ആ സിനിമയിലാന്ന് തോന്നുന്നു. നല്ല കാർ ചേസ് സീനൊക്കെ നല്ല കിടിലൻ എഡിറ്റിംഗ് ആ പടത്തിന്റെ. കുറെ സീനൊക്കെ നല്ല എടുത്ത് ഓരോ സെപ്പറേറ്റ് സീൻസ് നമ്മൾ എടുക്കുമ്പോൾ കുറെ നല്ല സംഭവങ്ങളുണ്ട്. പക്ഷെ ടോട്ടൽ ഭയങ്കര നമുക്ക് ഓവർ കോംപ്ലിക്കേറ്റഡ് ആയ കാരണം അത് നമ്മുടെ കുറവല്ല, അവരത് ചെയ്തത് ശരിയാവാത്തതില്ല. ഒരുപാട് കാര്യം കാണിക്കാൻ നോക്കി. അപ്പൊ അങ്ങനെ ചെയ്ത് ലാസ്റ്റ് ഒക്കെ വന്നിട്ട് നമ്മുടെ പഴയ സലാം കാശ്മീർ സെറ്റപ്പിലോട്ടൊക്കെ ആയി. പാപ്പ സാധനമൊക്കെ വന്ന് അപ്പൊ അത് ആണ് ജനുവരിയിൽ ഇപ്പൊ ആദ്യം പ്രതീക്ഷയോടെ വന്നിട്ട് എനിക്ക് ഇതായിപ്പോയി. പിന്നെ ആദ്യത്തെ വിജയം പറയാൻ രേഖാചിത്രം വന്നു. രേഖാചിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു രണ്ടുപേരും? ഞാൻ സത്യം പറയാൻ കണ്ടില്ല. രേഖാചിത്രം സ്മാർട്ട് പ്രൊമൈസ് ആയിരുന്നു. പക്ഷെ അതിന് ഇവിടെ ഇല്ലാത്തൊരു സാധനം അതാണ്. നമുക്കൊരു ഒരു സബ്ജക്റ്റിനോടുള്ളൊരു എന്ന് വെച്ചാൽ നമുക്ക് ട്രൂ ഡിസേർവിങ് ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് കൊണ്ടുവന്നിട്ട് പഴയ ജോർജ് സാറിന്റെ ത്രില്ലർ പോലെ കാണിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു കഥയ്ക്ക് പിന്നിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടല്ലോ, അത് തന്നെ എനിക്ക് ഈ രേഖാചിത്രത്തിൽ എനിക്ക് കിട്ടേണ്ട കാര്യമില്ല. അത് പക്ഷെ പ്രത്യേകിച്ച് ഞാനൊക്കെ ആണെങ്കിൽ ആ സ്പേസ് ഒരിക്കലും ഒരു പോലീസുകാരന്റെ പെർസ്പെക്റ്റീവ് എന്ന് ചിലപ്പോൾ പറഞ്ഞൊന്നും വരില്ല. കാരണം ആ പടം പോലീസുകാരന്റെ പെർസ്പെക്റ്റീവ് പറയേണ്ട കാര്യമില്ല. അത് പിന്നെ കാവ്യ ഫിലിംസിന്റെ മുമ്പത്തെ സിനിമയുടെ അതേ ലുക്ക് എനിക്ക് മറ്റേ ഇതിന് മുമ്പ് ഒരു പടം ഇറങ്ങി തലവൻ, അതിന്റെ സീക്വലൊക്കെ പോലെ അല്ല, അങ്ങനത്തെ ലുക്കും ഫീലും മറ്റേ മേക്കപ്പും എല്ലാം അങ്ങനെ പോയത്. പക്ഷെ ഇംപ്രസീവ് പ്രൊമൈസ് ആയിരുന്നു. അതായത് ഞാൻ വേൾഡ് സിനിമയിൽ പോലും കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു പ്രൊമൈസ് ഉള്ള നല്ല ഐഡിയ ആയിരുന്നു. പക്ഷേ അവരൊരു മേക്കിങ്ങിൽ ഇച്ചിരി കോംപ്രമൈസ് ഇതൊക്കെ മതി എന്നൊരു സെറ്റപ്പിലേക്ക് പോയി. അറിയില്ല എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അല്ല അവരുടെ ഭയങ്കര നൈസ് ഐഡിയ. എനിക്കത് കണ്ട് കൊള്ളാം, നല്ല രസം. ഈവൻ
ക്ലോസ് ചെയ്തപ്പോ കുറച്ചുകൂടെ നേരത്തെ ക്ലോസ് ചെയ്താൽ ഇത് പിന്നെയും പോയി, പിന്നെയും കന്യാകുമാരി എവിടേക്കോ പോയി. പിന്നെ എന്തൊക്കെയോ കുറെ ഇത് എഴുത്തില് വന്നതിന്റെ ഒക്കെയാണ് ഞാൻ പറയില്ല. അത് ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ട് പറയായിരുന്നു, പക്ഷെ അത് പോയി. അത് പോട്ടെ, എന്ത് ചെയ്യാൻ പിന്നെ പറ്റും. പിന്നെ പ്രാവൻകൂടി ഷാപ്പ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ നൈസ്, പറഞ്ഞതിനെ പറ്റി അത് നല്ല മൂവിയായിരുന്നു, നല്ല മൂവി. എനിക്കതൊന്നും കൂടെ കാണണം. പറഞ്ഞു നിങ്ങൾ ഇത്രയും ഞാൻ വിഷ്ണു ഇതുവരെ അങ്ങനെ പ്രാവൻകൂടി ഷാപ്പ് എന്ന് പറയുന്നത് അവന്റെ ഫേവറേറ്റ് ഇതായിരുന്നു എന്ന് ഞാൻ ഇതുവരെ എപ്പോഴും ഞങ്ങൾ സംസാരിക്കും എനിക്ക് പുള്ളി അങ്ങനെ ഭയങ്കര പറഞ്ഞ് ഞാൻ ഇഷ്ടമായി. കേട്ടില്ലായിരുന്നു. അപ്പൊ എനിക്ക് ഇത്രേ ഉള്ളൂ കേട്ടോ. എനിക്ക് പ്രാവൻകൂട് ഭയങ്കര സിനിമ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നല്ല രീതിക്ക് റിസപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരുന്നു. അതാണ് വിഷമം. ഇത്രയും മോശമായിട്ട് റിസപ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു ആ സിനിമ. എന്തൊക്കെ വന്നാലും അത്ര മോശം സിനിമയൊന്നും അല്ല. ഇപ്രാവശ്യം ഇറങ്ങിയിട്ട് റിസപ്റ്റ് ചെയ്ത സിനിമകളെക്കാളും ക്വാളിറ്റി ഉണ്ട്. ആ ടൈമിൽ വേറെ പടം വല്ലതും അങ്ങനെ അതൊന്നുമല്ല, ഒന്നുമില്ല. നമുക്ക് ഇതിനകത്ത് മറ്റേ കോമഡികളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കും അറിഞ്ഞൂടാതെ, എനിക്ക് തോന്നുന്നു അൻവർ റഷീദിന് പോലും അറിഞ്ഞൂടാതെ കിളി പോയൊരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ല വേറെ ലാംഗ്വേജിലായാലും മൂവി ആയിട്ട് ക്ലാഷോ അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ അത് നമുക്ക് എപ്പോഴും പിന്നെ അതിനെ പറ്റിയൊന്നും ഞാനോടൊന്നും കണ്ടിട്ട് നമുക്ക് അത് അത് നല്ലൊരു ചർച്ചയ്ക്ക് പറ്റിയ ഒരു സിനിമയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു പിന്നെ എപ്പോഴെങ്കിലും. ഓക്കെ, അന്ന് അടുത്തത് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് കണ്ടില്ല. ഇങ്ങനെ എല്ലാ പടവും ചോദിക്കുവോ ഈ വർഷത്തെ? ഇല്ല, ഞാനൊരു ഇമ്പോർട്ടന്റ് നമ്മൾ എടുത്തു പറയാൻ പറ്റുന്നത് നമ്മുടെ മെയിൻ ആക്ടേഴ്സിന്റെ സിനിമകൾ. എനിക്ക് ബേസിക്കലി ഒരു ഫിലിമിന്റെ ലുക്ക് ആൻഡ് ഫീല് ട്രെയിലറിൽ കണ്ടിട്ട് വർക്കായാലും ഞാൻ പൊതുവെ അങ്ങനെ കാണാറില്ല. ഞാൻ ഡി പി സൈഡിലും കൂടെ നിൽക്കണോണ്ട് എന്നിട്ട് ഞാൻ എഴുന്നിട്ട് കണ്ടില്ല. പക്ഷെ ഞാൻ ശ്രമിച്ചു. പ്രശ്നമുണ്ടല്ലോ, എനിക്ക് ആ സിനിമ കണ്ടിട്ട് അതില് ഏറ്റവും കുറവായിട്ട് തോന്നിയത് നമ്മുടെ ഗൗതം മേനോന്റെ ഡയറക്ഷൻ തന്നെ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിൽ നല്ലൊരു സ്റ്റാർട്ട് ഇട്ട് തന്നിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ കഥ ചെയ്യാം. ഇവ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് അല്ലെങ്കിൽ ഇനി അടുത്ത ഡൊമിനിക്കിന്റെ വേറെ പുതിയ കേസിന്റെ എന്തെങ്കിലും ഒരു തെളിവ് വെച്ചിട്ട് ആ പേര് ആ ഒരു സ്റ്റൈലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിട്ട് മേക്ക് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ആ ക്യാരക്ടറിന് കുറെ ലിമിറ്റേഷൻസും അയാളുടെ ആയിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു ആളായിട്ടാണ്, CID ആയിട്ടാണ്. CID ഡൊമിനിക്കുന്നതാണ്. അപ്പൊ CID ആ ഒരു രീതിയിലെ സംഭവം. അപ്പൊ അത് നല്ല ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പഴയ ഇത് തന്നെ അഗാഥ ക്രിസ്റ്റിയുടെ എവിടുന്ന് എടുത്തോണ്ട് വന്ന സാധനം തോന്നുന്നു. കാരണം പുള്ളിയുടെ എന്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, പുള്ളിയുടെ ഒരു 50 ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനകത്തൊക്കെ എവിടെയൊക്കെയോ കണ്ട ഒരു ഫീല് കിട്ടി ഈ സാധനം. പക്ഷെ ഇത് നല്ലൊരു ക്യാരക്ടറാണ്. ഈ ക്യാരക്ടറിന് ഇനിയൊരു സിനിമ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കപ്പെടുവോ ഇല്ലയോ എന്നല്ല, പക്ഷെ വേർഡ് ഓഫ് മൗത്തിൽ പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. അത് മമ്മൂട്ടിക്ക് പറ്റൂന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. മമ്മൂട്ടിയാണ് അത് പറ്റുന്ന ഒരാള്. ബാഡ് പ്രൊമോഷൻ ആയിരുന്നു. എന്താണ് എനിക്കറിയില്ല. എനിക്ക് ഗൗതം മേനോൻ മലയാളത്തിൽ വരുന്നതോട് എനിക്ക് ഒരു തരത്തിലുള്ള യോജിപ്പില്ല. കാരണം അത് തമിഴിൽ അല്ലെങ്കിൽ തെലുഗുൽ ഓപ്പറേറ്റ് ചെയ്യാനേ പുള്ളിക്ക് പറ്റുള്ളൂ. പുള്ളിയുടെ ഒരു സ്റ്റൈല് വെച്ചിട്ടായാലും പുള്ളിയുടെ റിലീസ് ഡേറ്റ്സ് വെച്ചിട്ടായാലും പുള്ളി എത്ര നാളെടുത്ത് മേക്ക് ചെയ്യുന്നു, പുള്ളി എത്ര നാൾ പോസ്റ്റ് പ്രൊഡക്ഷൻ കൊടുക്കുന്നു എന്നൊക്കെ നമുക്ക് അറിയാം. എങ്ങനെ പ്രൊമോട്ട് ചെയ്യും? ഈ സിനിമ ഇന്ന് ഇറങ്ങുമല്ലോ എന്ന് അറിയത്തില്ല. ഇയാൾ സിനിമ തലേദിവസമൊക്കെ ആകുമ്പോഴായിരിക്കും അടുത്ത 5 മാസത്തേക്ക് മാറ്റി വെച്ചു എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് ഉറപ്പില്ലാതെ എങ്ങനെ മമ്മൂട്ടിക്ക് പോലും അറിയത്തില്ല മമ്മൂട്ടിയെ പ്രൊഡക്ഷൻ ചെയ്തത്. അതുകൊണ്ട് പടം ഇറങ്ങിയെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് പുള്ളി അടിച്ച് പടം ഇറക്കിയതെന്ന് എനിക്ക് തോന്നണം. ഇല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഒരു ഗവൺമെന്റ് പടം ഇറങ്ങിട്ട് അത് അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പുള്ളിയും അടുത്ത് കാണുമായിരിക്കും. അപ്പൊ ഇനി പ്രൊമോഷനോട് ചെയ്യാൻ വയ്യാത്തോണ്ടായിരിക്കാം. അല്ല, പുള്ളി ഭയങ്കര കൺവിൻസിങ് സ്റ്റാർ ആണ്. പുള്ളി ഇരുന്ന് മറ്റേ ഒരു സാധനം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് വളരെ സെൻസിബിലിറ്റി ഉള്ളവർക്ക് പുള്ളിയുടെ സിനിമ ഉണ്ടാകാൻ മനസ്സിലാവും പുള്ളിയുടെ കഴിവിലേ അല്ല സിനിമ വിജയിക്കണേ. പുള്ളിയുടെ കഴിവില് വിജയിച്ച സിനിമകള് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനങ്ങനെ കാക്ക ഭയങ്കര ഇംപ്രസീവ് ആയിരുന്നു. പിന്നെ അതുപോലെ 2 പടവും കൂടെ ഇറക്കി. ഇല്ല, പിന്നെ തന്നെ എല്ലാം ആന്റണി എന്ന് പറയുന്ന ഒരാളുടെ പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു എഡിറ്റർ, ഒരു മ്യൂസീഷ്യനും ഇല്ലെങ്കിൽ ഫിലിമിൽ ഫോളോ ഓഫ് എന്നുള്ള സാധനമാണ്. അപ്പം പിന്നെ ഭയങ്കര ഡെല്യൂഷൻ സാധനങ്ങൾ ഭയങ്കരമായിട്ട് കയറ്റി വെച്ച്, എന്ന് വെച്ചാൽ റിയലിസ്റ്റിക് ആണ് സാധനം. എന്നുവെച്ചാൽ അങ്ങനത്തെ സാധനം നടക്കൂല, പക്ഷെ നടക്കണമെങ്കിൽ നടക്കാം. ട്രെയിനിൽ വെച്ച് പാട്ട് പാടണം നടപടിയാണ്, പരിപാടിയല്ല. പക്ഷെ നടക്കണമെങ്കിൽ നടക്കാം എന്ന് പറയുന്ന പോലത്തെ റിയലിസമാണ് പുള്ളി ട്രീറ്റ് ചെയ്യണേ. അതില് ഇപ്പൊ പിന്നെ വാരണവരൊക്കെ ബാഡ് മൂവിയാണ്, ഹൈലി ബാഡ് മൂവിയാണ്. പക്ഷെ അത് എഡിറ്റില് വെട്ടി അടി. ഇപ്പൊ എല്ലാവരുടെയും പേഴ്സണൽ ഫേവറേറ്റ് സിനിമയായെങ്കിൽ അത് എഡിറ്ററിന്റെ മാത്രം കഴിവാണ്.
മനസ്സിലായി. അങ്ങനെ സെൻസിബിലിറ്റി വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അത് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് അത് കയ്യിൽ നിന്ന് പോകാൻ തുടങ്ങി. പ്രത്യേകിച്ച് മറ്റേ അജിത്തിന്റെ ഒരു പടം ഉണ്ടായിരുന്നില്ലേ, എന്നെ അറിന്താൽ. അത് തൊട്ട് അതും ത്യാഗരാജ കുമാരരാജയാണ് പിന്നെ ലാസ്റ്റ് സേവ് ചെയ്തത്. അതെ അതെ, പുള്ളിയാ എഴുതിയത്. അത് മറ്റേ ക്ലൈമാക്സ് കിട്ടിയില്ലായിരുന്നു. ഈ പുള്ളി സിനിമ തുടങ്ങുമ്പോൾ ക്ലൈമാക്സ് ഉണ്ടാവില്ല. അല്ല, അത് മോസ്റ്റ്ലി ഇപ്പൊ നായകനൊന്നും ക്ലൈമാക്സ് ഉണ്ടായിട്ടല്ല സിനിമ ചെയ്യുന്നത്. ഈവൻ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ പോലും ക്ലൈമാക്സ് അല്ല ഷൂട്ട് ചെയ്തത് ഇപ്പം. പക്ഷെ അതൊരു പ്രശ്നമൊന്നുമല്ല. പക്ഷെ ഈ പുള്ളിക്ക് എവിടെ എത്തിക്കണം എന്നറിയില്ല. ഇത് തുടക്കൊക്കെ ഇട്ടിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ അറിയാം. പിന്നെ ഇതെങ്ങോട്ടോ പോകും. നമുക്ക് വോയിസ് ഓവേഴ്സ് വെച്ച് സേവ് ചെയ്യുമ്പോഴേ മനസ്സിലാവും, ഓക്കെ മച്ചാന്റെ കയ്യിൽ നിന്ന് അവിടെയോ പോയിട്ടുണ്ട്. പുള്ളിയുടെ നറേഷൻ അത് എന്നെ നോക്കി പറയുന്നോട്ടെ കാണുമ്പോ അവ എന്നെ പാത്ത കേട്ടിട്ടുണ്ട്. ആരോ എന്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഹാർഷായിട്ട് റിവ്യൂ ഇടുന്ന അവനും എന്റെ കോപ്പി നറേഷനും തുടക്കം മനസ്സിലാവുന്നത്. വോയിസ് ഓവേഴ്സ് വളരെ എളുപ്പമാണ്. വോയിസ് ഓവേഴ്സ് ആണ്. പിന്നെ ചോറിട്ട് കൈ കഴിയുന്നൊക്കെ പറയണ പോലത്തെ സാധനമൊക്കെ വരുമ്പോഴുള്ള വോയിസ് ഓവേഴ്സ്. അപ്പൊ ഡൊമിനിക്കില് എനിക്ക് നല്ലതായിട്ടൊന്നും സംസാരിക്കാനില്ല. ഓക്കെ, ഡൊമിനിക്കിനെ പറഞ്ഞ് നമ്മളിപ്പോ ഗൗതം മേനോന്റെ കാര്യം പറഞ്ഞില്ല, അതുപോലെ നമ്മളിപ്പോ കാണാത്ത സിനിമയെ പറ്റിയാണല്ലോ അതിനെന്തെങ്കിലും വരും. എനിക്ക് പിന്നെ ഞാൻ ഇപ്പൊ സിനിമ തിയേറ്ററിൽ കാണാതെ ചുമ്മാ ഇരുന്ന് ഈ OTT വരുന്ന സിനിമകളൊക്കെ ഇരുന്ന് കാണുമായിരുന്നു. അപ്പൊ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്, സാധാരണ പഴയ മോഡൽ സിനിമയാണ് അമ്മ എന്ന് പറഞ്ഞ സിനിമ. അമ്മ എന്നാ സിനിമയുടെ പേര്. കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒരു സജഷൻ മാത്രം. അതായത് ദിലീഷ് പോത്തിന്റെ സിനിമയാണ്. ദിലീഷ് പോത്തൻ അഭിനയിച്ചിരിക്കുന്നത്. സംഭവമൊക്കെ ഇതൊന്നും കണ്ടിട്ടില്ല ഈ വർഷം. അതുകൊണ്ട് ഞാൻ മൈക്ക് ഓഫ് ചെയ്യട്ടെ. നമ്മൾ അതുകൂടെ പോവാം. ഇപ്പൊ ഞാനിപ്പോ കാണാത്ത സിനിമകൾ കാണാം. അപ്പൊ അതിലൊരു സജഷൻ നിങ്ങൾക്കും വെക്കാം, നിങ്ങൾ കണ്ടുണ്ടെങ്കിൽ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഓടിച്ചിട്ട് പറയുന്നേ ഉള്ളൂ. അപ്പൊ അത് അമ്മ എന്ന സിനിമ കണ്ടപ്പോ നല്ലതായിട്ട് തോന്നി. നല്ല ആക്ടിങ്ങും നല്ലൊരു സിനിമയായിട്ട് തോന്നിയിട്ടുണ്ട്. ആർക്കും വേണമെങ്കിലും ചുമ്മാ ഇരിക്കുമ്പോ കാണാം അങ്ങനെ ഒരു സിനിമ. പിന്നെ നമ്മുടെ വന്നതിൽ മെയിൻ ആയിട്ട് പറയാൻ പൊന്മാനാണ്. ആ ഒരു ഫസ്റ്റ് 3 months വന്നതിൽ എനിക്കൊന്ന് ഹിറ്റ് വന്ന വേറൊരു സിനിമയെന്ന് തോന്നുന്നു അല്ലേ? ഹിറ്റ് ആണെന്നാണ് അവർ ഈ പ്രൊഡ്യൂസേഴ്സിന്റെ ഇത് പറയുന്ന ഹിറ്റ്. കാരണം അതിന് ബഡ്ജറ്റ് കുറവാന്ന് തോന്നുന്നു അല്ലേ? ബഡ്ജറ്റ് കുറവൊന്നുമല്ല, സ്റ്റിൽ റിസപ്റ്റ് ചെയ്തെങ്കിൽ നല്ലതാണ് പൊന്മാൻ പോലൊരു പടം. നല്ല സിനിമയായിരുന്നു. അത് നമുക്ക് 3 പേർക്കും എഗ്രി ചെയ്യാൻ. നീ കണ്ടായിരുന്നോ ജിഷ്ണു? എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, നൈസാണ്. പക്ഷെ ഇതൊരു ക്ലാസിക് ഡയറക്ടേഴ്സ് വന്നാണ്ടല്ലോ, ഇതൊരു മാറ്റ വേറെ സിനിമയായിരുന്നു. മനസ്സിലായോ? ഒരു സ്ക്രിപ്റ്റും ആരും മര്യാദക്ക് യൂസ് ചെയ്തിട്ടില്ലാത്ത എന്നാണ് തോന്നിയത്. ബാക്കിയെല്ലാം അതായത് നമുക്ക് വർക്കാണ് എന്നുവെച്ചാൽ ഉള്ളതില് ഭേദമാണ്. പക്ഷെ ഇന്ദുഗോപന്റെ ഇതിലും ഭേദമായിട്ട് ചെയ്യും. എന്തോരം ബെറ്റർ ആയിട്ട് അത് ട്രീറ്റ് ചെയ്യായിരുന്നു. എല്ലാരും പറയുന്നു ബേസിലിന്റെ പെർഫോമൻസ്. സത്യം പറയാം, ബേസിലിന്റെ പെർഫോമൻസ് അല്ല അത് ബേസിക് റൈറ്റിംഗ് ആണത്. റൈറ്റിങ്ങില് ഈവൻ ആർക്ക് വേണമെങ്കിലും കുറച്ചൊന്ന് അഭിനയിക്കുന്നവർക്ക് പോയി പറഞ്ഞാലും അത് നല്ല പെർഫോമൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അല്ലാണ്ട് എനിക്കത് അജേഷ് ഇതൊന്നും അല്ല. നമുക്കിപ്പോഴും അറിയണേ, എന്താ നമുക്കിപ്പോഴും അറിയാം അജേഷിന് ഇതിനേക്കാൾ എന്തോ ഒരു ഇമ്പാക്ട് നമുക്ക് തന്നത് അത് ആ റൈറ്റിംഗ് കാരണം. അല്ലാണ്ട് ബേസിൽ ജോസഫ് അഭിനയിച്ച കാരണമല്ല, ബേസിൽ ജോസഫ് നമുക്ക് തന്നിട്ടുള്ളത് കാരണമല്ല. മറ്റേതൊരു കിട്ടിലൻ സീസൺഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ആണെങ്കിൽ അയാളെ നമ്മൾ തേടിപ്പോവും, അയാളെ രക്ഷിക്കാൻ പോയാലോന്നൊക്കെ തോന്നിപ്പോവും. മനസ്സിലായ? അങ്ങനത്തെ ഇപ്പൊ ആ എല്ലാരും പറയുന്ന ഒറ്റ ഷോട്ട് സീക്വൻസ് ഇല്ലേ, തൂക്കിക്കൊല്ലുന്നു, അവൻ തൂങ്ങിച്ചാവാൻ പോകുന്ന സീക്വൻസ്, അതും ഞാൻ പറയാം അതൊന്നും പെർഫോമൻസ് അല്ല. അത് ആ ഡയലോഗ്സ് അത്ര അടിപൊളിയാണ്, അത് ഡെലിവർ ചെയ്തു, അത്രേ ഉള്ളൂ. അതാണ് എനിക്ക് പൊന്മാനിൽ. അങ്ങനെ പൊന്മാനിൽ കുറെ കാര്യങ്ങൾ, പ്രൊഡക്ഷൻ ഡിസൈൻ ഒഴിച്ച് ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എനിക്ക് സിനിമാറ്റോഗ്രാഫി അത്രയും റോ ആയിട്ട് പിടിക്കണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അതെന്താ സാധനമാണ്, അപ്പൊ ഒരിക്കലും മോശമാവില്ല എന്ന് ഞാൻ വിചാരിച്ചു. എനിക്കത് കളർ ഗ്രേഡിങ്ങിൽ വന്ന മിസ്റ്റേക്ക് ആണോ എന്താന്ന് പറയണോ. എനിക്കത് സാനുവിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാനുവിന്റെ വർക്ക്. പക്ഷെ ഞാൻ ഇതിനകത്ത് വന്നപ്പോ അയ്യോ എനിക്ക് ഭയങ്കര വിഷമായി പോയി. പൊന്മാനില് കൊറേ സ്ഥലത്ത് മോശം പരിപാടി വന്നിട്ടുണ്ട്. എനിക്കറിയില്ല അത് ടെക്നിക്കലി എന്താ പറ്റിയത്.
അല്ല, ഇതിങ്ങനെ റൂറൽ ചെയ്യുന്ന ആളാണോ ഈ സാനു? നേരത്തെ അല്ലല്ല, സാനുവിന്റെ ഇപ്പൊ എല്ലാം ആദ്യത്തെ ചെയ്യും. വിശ്വരൂപം വിശ്വരൂപം ചെയ്യും, ഹൈനാന ചെയ്യും. ആർക്കറിയാവും ചെയ്യും. ആർക്കറിയാമോ? ഓ, ആ, അതൊരു സിനിമാറ്റോഗ്രാഫി ആർക്കറിയാം. എന്തൊരു ഉം. സിനിമാറ്റോഗ്രാഫി! അയ്യോ. പുള്ളി അല്ല സിനിമാറ്റോഗ്രഫി, പുള്ളി ഡയറക്ടറാണ്. പക്ഷെ പുള്ളിയുടെ ഒരു ആ ടച്ച് അതെ, അതിനകത്തുണ്ട്. പുള്ളിയുടെ ടച്ച് അതിനകത്തുണ്ട്. അതായത് നമുക്ക് അവിടുത്തെ ഒരു വീടിനകത്ത് ഇത് ഉണ്ടായ ഫീല് വരും. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ, പുള്ളി അപ്പോൾ ഇതിനകത്തൊരു വിഷ്വൽ ഡിസൈനിൽ ഇടപെട്ടിട്ടുണ്ട്. ഒന്ന് മറ്റേ ഇതൊന്ന് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരാളെ വെച്ചിരിക്കണേ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷെ പുള്ളിയൊക്കെ സിനിമാറ്റോഗ്രാഫിയിൽ ആ ഹൈറ്റിലങ്ങ് എത്തി. പക്ഷെ നമുക്കൊക്കെ ആ ഒരു അച്ചീവ് ചെയ്യാനായിട്ട് നല്ല സമയം എടുക്കണ ഒരു സിനിമാറ്റോഗ്രാഫി. ഇപ്പൊ ഞാൻ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ കണ്ടപ്പോ എന്നുവെച്ചാൽ നമ്മൾ വിചാരിക്കും ഒരു സീൻ എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര റാൻഡം ആയിട്ട് ഇവരെ എങ്ങനെയോ ഡിസിഷനിൽ എത്തും. പക്ഷെ അത് ഭയങ്കര ഹാൻഡ് പിക്ക് ചെയ്ത് ഓരോരോ അവരിടുന്ന ഒരു പി ടി ശ്രദ്ധ അല്ലേ? പോലും ഭയങ്കര ഹാൻഡ് പിക്ക് ചെയ്താണ് പടം പിടിച്ചിരുന്നത്. പക്ഷെ അത് നമുക്ക് തോന്നത്തേ ഇല്ല. ഒന്നും അതാണ് പൊങ്ങിയിരിക്കുന്ന അതാണ് അങ്ങനത്തെ ഫിലിം മേക്കേഴ്സിന്റെ ഗുണം. പാടാണ് അതുവരെ അത് അച്ചീവ് ചെയ്യാൻ ഭയങ്കര എത്തിക്കാനായിട്ട്. പാടാണ്. അല്ലെങ്കിൽ ആളുകൾക്ക് ഫീൽ ചെയ്യും, ഓക്കെ, അവിടെ ഒരു സിനിമാറ്റോഗ്രാഫി ഉണ്ടെന്ന് ഫീൽ ചെയ്യും. വൺ ഇപ്പൊ ഈ ബാറ്റിൽ അടുത്ത് ആഫ്റ്റർ അനദർ തോന്നിയില്ല. ഇല്ല. ഇല്ലല്ലോ. വളരെ വലിയ എക്സാമ്പിളാണ് ഈ ബബബ. ബബബയിലെ ഷോർട്സ് ആളുകൾക്ക് മനസ്സിലായി, ഓക്കെ, സിനിമാറ്റോഗ്രാഫിയുടെ ഫ്രെയിമിങ് കാരണമാണ് എനിക്ക് ലാലേട്ടന്റെ ഇൻട്രോയിലെ ഒരു ആക്ഷൻ എനിക്ക് വർക്കാവാത്തതെന്ന് ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. അത് ഗുഡ് സിനിമാറ്റോഗ്രാഫിയാണ്, ഡയറിങ് ആണ്. പക്ഷെ ഒരു ഫ്രെയിമിങ്ങിന്റെ ചെറിയൊരു പരിപാടിയിൽ അത് മാറിപ്പോയി. പുള്ളി മറ്റേ രാവണപ്രഭുവിന്റെ അതെ അത് എനിക്കതിനെ പുള്ളി തന്നെ ചെയ്യുന്നത് ഞാൻ ആദ്യം ആലോചിച്ചു. പിന്നെയാണ് സിഗരറ്റ് കത്തിക്കാൻ മനസ്സിലായത്. ആ അതാണ് ജസ്റ്റ് ഒരു ഫ്രെയിമിങ് മിസ്റ്റേക്ക്. ലെൻസിങ് ഉണ്ട്, ഫ്രെയിമിങ് ഉണ്ട്. ആംഗിൾ. അപ്പൊ അത് അങ്ങനെയൊക്കെ ആളുകൾ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങി. ആ സമയത്താണ് ഇങ്ങനത്തെ സീസൺഡ് ഫിലിം മേക്കേഴ്സ് ഉണ്ട്. ഈ പി ടി എയുടെ ബാക്കിയുള്ള എല്ലാ സിനിമയും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ ലൈക്കൊറൈസ് പിസ വരെ നമുക്ക് ലൈക്കൊറൈസ് പിസ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഒരു ടൗണിൽ നടക്കുന്ന ചെറിയൊരു റോം കോമാണ്, സിമ്പിളാണ്. പക്ഷെ അതിന്റെ ചോയ്സസ് പുള്ളി എടുത്തിരിക്കണേ എനിക്ക് ഉറപ്പാണ് അത് ചെറിയ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടോ വന്ന ചോയ്സ് അല്ല. നമ്മൾ അത് ആദ്യം കാണുമ്പോൾ കണ്ടിരുന്നു, നമ്മളെ പുള്ളി അങ്ങ് മയക്കും. എല്ലാ പടവും അങ്ങനെയാണ്. അത് കഴിഞ്ഞ് രണ്ടാമതെടുത്ത് കാണുമ്പോഴാണ് ഈശ്വര ഇതൊക്കെ എങ്ങനെ പുള്ളി ആലോചിച്ച് എത്തി എന്നുള്ളത്. സിമ്പിൾ പടങ്ങളായിരിക്കും ഈ ലൈക്കൊറൈസ് പിസയൊക്കെ. അങ്ങനെ പഴയ കുറെ ഫിലിം മേക്കേഴ്സ് ഉണ്ട് കേട്ടോ, ഇഷ്ടമാതിരി. ചെറിയ 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 ഫിലിം മേക്കേഴ്സ് ഉണ്ട്, അവര് പോലും അങ്ങനെയാണ്. ഞാൻ ഈ വർഷം കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഏത് ലാംഗ്വേജ് വെച്ച് നോക്കുമ്പോ എനിക്ക് ഏറ്റവും വർക്കായ പടം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. വല്ലാത്തൊരു വേൾഡ് എക്സ്പീരിയൻസ്. സിനിമ സംസാരിച്ച പിന്നെയും ഫേവറേറ്റ് സംസാരിക്കാനുണ്ട് കേട്ടോ. ഇംപ്രസീവ് ഫിലിംസ് ഇറങ്ങിയ വർഷമായിരുന്നു ഈ വർഷം വേൾഡ് സിനിമ. വേൾഡ് സിനിമ. വേൾഡ് സിനിമയിൽ. പിന്നെ അടുത്ത സിനിമ ആയിട്ട് ഒരു പറയാൻ പറ്റും, നമ്മള് ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, നാരായണീന്റെ 3 ആൺമക്കൾ. പറയാനുണ്ടോ പടത്തെ പറ്റി? കണ്ടില്ല. ഫ്ലൂക്ക് ആൻഡ് പ്രിട്ടൻഷ്യസ് സ്കിപ്പ്. അത് മതി, കൂടുതൽ നമുക്ക് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് ബ്രോ യു ആർ നോട്ട് പത്മരാജൻ ബ്രോ. ആ സാധനമായിരുന്നു. കുറച്ച് കൂടുതൽ ട്രൈ ചെയ്ത പോലെ തോന്നി. ട്രൈ ഒന്നുമില്ല, എന്ത് ട്രൈ? അല്ല, ട്രൈ ചെയ്യുന്നു, എന്തോ ചെയ്യാൻ ഒരു ട്രൈ ചെയ്യുന്ന അങ്ങനെ. പിന്നെ പറയാനായിട്ട് കുറെ റാൻഡം സിനിമകളാണുള്ളത്. ദാവീദ് എന്നൊരു സിനിമയാണ് ഞാൻ കണ്ടായിരുന്നു. എന്റെ അമ്മോ, തല്ലിപ്പൊളി. പിന്നെ പറയാനായിട്ട് ബ്രൊമാൻസ് വന്നു. ബ്രൊമാൻസ് ഹിറ്റ് ആയിരുന്നല്ലോ ആ സമയത്ത്. കണ്ടില്ല. അല്ല, ഇത് തന്നെ ഇപ്പം ഈ വർഷം കുറച്ച് ബ്രെയിൻ റോട്ട് സിനിമകളുണ്ടല്ലോ, ആ ഒരു മൈൻഡില് കാണാൻ പറ്റുന്ന ഒരു. പക്ഷെ അതിനകത്ത് എനിക്ക് എനിക്ക് പേഴ്സണലി പക്ഷെ ബ്രെയിൻ റോട്ട് ആയിട്ട് വിടാൻ പറ്റില്ല. അതൊരു ഡിഫറെന്റ് രീതിയിൽ അതിന്റെ കോമഡി ഒക്കെ ആളുള്ള ഒരു പുതുമയുണ്ടല്ലോ. ഒരു ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര വെസ് ആൻഡർസണിഷ് ഈ പറയണ ആരാധകൻ. ഞാൻ അങ്ങനെ പറയുന്നില്ല, വെസ് ആൻഡർസൺ എന്ന് പറയുന്നത് ഇതാക്കുന്നില്ല. പക്ഷെ ഞാനിങ്ങനെ എനിക്ക് കോക്കി ആയിട്ടുള്ള കോമഡി ഇഷ്ടമുള്ളതുകൊണ്ടും ഞാൻ കോക്കി ആയിട്ട് കോമഡികൾ പറയുന്നത് കൊണ്ടും എനിക്ക് അങ്ങനത്തെ പടങ്ങൾ ഇഷ്ടമാണ്. ഇപ്പൊ എനിക്ക് ഒരുപാട് തെറിവിളി കേട്ട ഒരു സജഷൻ ആയിരുന്നു മറ്റേ പടം ഉണ്ടല്ലോ, നമ്മുടെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പന്റെ ഡയറക്ടറിന്റെ ഒരു പടം, ഇപ്പൊ ഭയങ്കര ക്ലാസിക് ആയി. പക്ഷെ ആ സമയത്ത് എനിക്ക് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് നമ്മള് കാണാതിരിക്കുന്ന ഒരു മൈൻഡ് ഉണ്ടല്ലോ, ഇതാന്ന് അറിയത്തില്ല.
എനിക്ക് സത്യമായി ചില സിനിമകൾ എന്താന്ന് അറിഞ്ഞിട്ടെന്നല്ല, എങ്കിലും ഏകദേശം ഒരു ഐഡിയ കിട്ടുവാണെങ്കിൽ മൈൻഡ് ഒന്ന് സെറ്റ് ആക്കാൻ പറ്റും, അപ്പൊ എൻജോയ് ചെയ്യാൻ പറ്റും. ഇതല്ലാതെ നമ്മൾ ഇരുന്നിട്ട് ഇതെന്നാ ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെയാണോ, കുറച്ച് കഴിയുമ്പോ ശരിയാവും. പക്ഷെ എനിക്ക് തോന്നുന്നത് എനിക്ക് ആ ഓഡിയൻസ് കണ്ടോണ്ടിരിക്കുന്നത്, ഈ പറഞ്ഞ പോലെ ഓഡിയൻസ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഞാനും എന്റെ വൈഫും കൂടെ ആയിട്ടൊന്ന് കണ്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ ഒരാൾക്ക് സജസ്റ്റ് ചെയ്തു, അവരെന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ പക്ഷെ അതേപോലെ എന്റെ ഒരു വേറൊരു ഫ്രണ്ട് ഉണ്ട്, ഇപ്പൊ പ്രതീകാട്ടിന്റെ അടുത്ത് ഞാൻ പോയിരുന്നു, ഞാൻ അവരോട് വീണ്ടും ഇരുന്ന് ആ പടം കണ്ടു. അപ്പൊ ഞാൻ ചിരിക്കണായിട്ട് അവര് ചിരിച്ച്, അപ്പൊ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അവർ എൻജോയ് ചെയ്തത്. ഞങ്ങള് കണ്ട ഗ്രൂപ്പിന്റെ പ്രശ്നമായിട്ട് ഗ്രൂപ്പിന് കുറവൊന്നല്ല, ജോസ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇപ്പം ഒരു പ്രീവിയസ് ഫിലിം ആളുടെ നോക്കും നമ്മള് ഇതിന്, പക്ഷെ ഞാൻ പറയണത് മോട്ടിവേഷൻ ആയിട്ട് മാത്രം എടുക്കുക അവസരം, നമ്മൾ അടുത്ത അയാളുടെ കാണാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ അയാളുടെ ലാസ്റ്റ് സിനിമ എടുത്തിട്ട് ഈ സിനിമ ജഡ്ജ് ചെയ്ത് കാണരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അതൊരുമാതിരി എന്താ പറയാ, എന്നുവെച്ചാൽ എല്ലാരും ഗ്രോ ചെയ്യല്ലേ, അയാളും അയാളുടെ മാറ്റങ്ങൾ സംഭവിക്കുമല്ലേ. ഇതില് എനിക്കിത് രതീഷ് ബാലകൃഷ്ണ പൊതുവാളാ ചെയ്തതെന്ന് സിനിമ കണ്ടു കഴിഞ്ഞിട്ടാണ് പലർക്കും അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട് ഈ സിനിമ കണ്ടപ്പം. ജോസ് നേരത്തെ പറഞ്ഞ കാര്യം പറഞ്ഞു, ജോസ് നേരത്തെ വേറെ ഏതോ ഒരു സിനിമയുടെ കാര്യം പറഞ്ഞപ്പോ അതിന്റെ പ്രീവിയസ് ഫിലിം മേക്കർ ഇങ്ങനത്തെ ഒരു സാധനം തന്നത്, അപ്പൊ അയാളുടെ ഇങ്ങനെ പറഞ്ഞു ഈ പോഡ്കാസ്റ്റിൽ തന്നെ. അപ്പൊ അത് അങ്ങനത്തെ ഒരു ഭാരം നമുക്ക് വരും. അത് ബേസിക്കലി എന്തുവാ, നമ്മള് ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ട് അതിന്റെ ബാഗേജ് കൊണ്ട് അടുത്ത റിലേഷൻഷിപ്പ് ഇടുന്ന പോലത്തെ പരിപാടിയാണ്. നമ്മളത് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് ഈ പടത്തിൽ അങ്ങനെ ചെയ്യാറില്ല. പറഞ്ഞു കഴിഞ്ഞാല് ആക്ച്വലി നമ്മള് കാണുമ്പോ ഇപ്പൊ ഒരു പഴയ സിനിമ അത് നല്ലതെന്ന് പറഞ്ഞ് എനിക്ക് ഒന്നുകൂടെ കാണുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അതുപോലെ തന്നെ വേണമെന്ന് ഞാൻ എക്സ്പെക്റ്റും ചെയ്തില്ല. അത് ആവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ക്വാളിറ്റി ഉള്ള ഒരാളാണ്. അതെ, ഒരാൾ ക്വാളിറ്റി ഉള്ള ഒരാളാണ് നമ്മുടെ മൈൻഡിൽ കിടപ്പുണ്ട്. അപ്പൊ അയാളെ നമ്മള് നല്ലൊരു സിനിമ എക്സ്പെക്ട് ചെയ്യും. അതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ അതുപോലൊരു സിനിമ വേണമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അത് ശരിയാ. ഇപ്പൊ ഇന്നയാൾ ഇന്ന ടൈപ്പ് സിനിമകളെ ചെയ്യാൻ പാടുള്ളൂ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ടൈപ്പ് രീതിയിൽ പോകുന്നത്. ഈവൻ നമ്മളൊരു ലെജൻഡറി ഡയറക്ടറായിട്ട് പറയുന്ന ആളാണ് ഡേവിഡ് ഫിഞ്ചർ. ഡേവിഡ് ഫിഞ്ചറിന്റെ ഇപ്പോ ഓൾമോസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവാം, പക്ഷെ കോമൺലി പറയുകയാണെങ്കിൽ പുള്ളിക്കാര് ക്രൈം അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യാൻ ഇഷ്ടം. പക്ഷെ അതുകൊണ്ടാണ് എനിക്കത് വലിയ ഇൻട്രസ്റ്റിംഗ് അല്ല. പിന്നെ അത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. പുതിയൊരു കാര്യം ട്രൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു രസമായിരിക്കാം. അത് ഡേവിഡ് ഫിഞ്ചർ മോശമെന്നോ അങ്ങനെയല്ല, അയാൾ ആ കാര്യത്തില് അയാളാണ് അതിന്റെ ഗോട്ടെന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ എനിക്കത് പിന്നെയും ഡേവിഡ് ഫിഞ്ചറിന്റെ അടുത്ത സിനിമ എന്തൊക്കെയോ ജിഷേട്ടൻ പറയാനിങ്ങനെ വെമ്പി വിഴുങ്ങി വെള്ളം എടുത്ത് കുടിച്ചോളൂ. നമ്മളെ തർക്കങ്ങളിലേക്ക് അതാണ് മുണ്ടാടുന്നത്. നമുക്ക് അടുത്ത സിനിമയിലോട്ട് പോകാം. പുള്ളി ബെഞ്ചമിൻ ബട്ടന്റെ ഒക്കെ ഭയങ്കര ഫാനാണ് മൂപ്പര്. എനിക്ക് അതാണ് ആ ഒരു സംഭവം വന്നപ്പോ രസമാണ്. പക്ഷെ നമ്മള് കൂടുതലും ഡേവിഡ് ഫിഞ്ചറിനെ കാണുന്നത് എന്തുവാ, ക്രൈം അല്ലേ? അല്ല, ഓർത്ത് നോക്കി, ഗെയിം ഡിഫറെന്റ് സിനിമയായിരുന്നു, ഗെയിം ഒരു ഡിഫറെന്റ് മൂവി ആയിരുന്നു. പക്ഷെ ഈ ഗേൾ വിത്ത് ഡ്രാഗൺ ടാറ്റൂ, സോഡിയാക്ക്, പുള്ളി ബേസിക്കലി അങ്ങനെ പുള്ളിയായിട്ട് തെരഞ്ഞെടുക്കുന്ന പടമൊന്നുമല്ലോ. പടം വൃത്തിയായിട്ട് ചെയ്യുന്നു. അതാണ് ഏറ്റവും റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള കാര്യം. ഒരു സ്റ്റുഡിയോ വന്നിട്ട് ഒരാൾ ട്രസ്റ്റ് ചെയ്യണം, അയാളുടെ മാക്സിമം ചെയ്യുന്നു. അതുപോലെ അയാളുടെ മാക്സിമം ചെയ്യാൻ വേറെ ആരും ഇല്ലതായി. ഞാൻ ഈ ഇടയ്ക്ക് ബെഞ്ചമിൻ ബട്ടൺ വീണ്ടും കണ്ടു. അത് ഈ പറഞ്ഞ പോലെ ഡേവിഡ് ഫിഞ്ചറിന്റെ വൺ ആൻഡ് ഓൺലി പടമായിട്ട് മാറി ഇപ്പോ. പക്ഷെ അത് പുള്ളിക്ക് കിട്ടി, ഇനിയുണ്ടല്ലോ, പുള്ളി അങ്ങ് ഇരിക്കുകയല്ലേ ഇനി തുടങ്ങിയല്ലോ. പോൾ തോമസ് ആൻഡേഴ്സിന്റെ ലിക്വിഡ് പിസ വന്നപ്പോഴും ഒരുപാട് പേരുടെ ചർച്ചാ വിഷയമായിരുന്നു അത്, പുള്ളി എന്ത് ഈ പടം ചെയ്തതെന്ന്. പക്ഷെ അങ്ങനെ കണ്ടിട്ട് ഞാൻ അങ്ങനെ കാണാറില്ല. അല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല സത്യമായിട്ടും. അതായത് ഇപ്പൊ ക്രൈം എന്ന് പറഞ്ഞാലും ഇപ്പൊ ലാസ്റ്റ് കില്ലർ ഡിഫറെന്റ് ആയിരുന്നു, മാങ്ക് ഡിഫറെന്റ് ആയിരുന്നു, ഇനി വരാൻ പോകുന്ന ക്ലിഫ് ബൂത്ത് ഡിഫറെന്റ് ആണ്, ഗോൺ ഗേൾ ഡിഫറെന്റ് ആയിരുന്നു, സോഷ്യൽ നെറ്റ്വർക്ക് ഡിഫറെന്റ് ആയിരുന്നു, സോഡിയാക്ക് ഡിഫറെന്റ് ആയിരുന്നു. സോഡിയാക്ക് അന്ന് ഡിഫറെന്റ് ആയിരുന്നു. നമ്മൾ ഇന്ന് കണ്ട് പലരും അതിനെ എടുത്ത് പഴകിപ്പോയതാണ്. അൺസോൾവ്ഡ് മിസ്റ്ററി എന്ന് പറയണ സാധനം ഇല്ല. എന്നുവെച്ചാൽ ലാസ്റ്റ് ആകുമ്പോ സോൾവ് ചെയ്തിരിക്കണം പരിപാടി. ഫിഞ്ചറാണ് ഓക്കെ, ഈ കേസ് സോൾവ് ആവില്ല കേട്ടോ എന്ന് പറഞ്ഞാലും നമുക്ക് എന്റർടൈനിങ് ആക്കുന്നത്. അതൊന്നും ചെറിയ പരിപാടിയല്ല, ഭയങ്കര തലമാണ്. സോഡിയാക്ക് ആണോ മെമ്മറീസ് ഓഫ് മർഡർ ആണോ ആദ്യം വന്നത്?
നല്ല ചോദ്യമാണല്ലോ. മെമ്മറീസ് ഓഫ് മർഡർ ആണ് എനിക്ക് തോന്നുന്നു. 2002 ആണെന്ന് തോന്നുന്നു. സെയിം ആ ഒരു എൻഡിങ് അങ്ങനല്ലേ നമ്മളത് അതെ അതെ അതെ. കിട്ടുന്നില്ല. പക്ഷെ പുള്ളി ആ എൻഡിങ് ഉദ്ദേശിക്കുന്നത് ഇയാള് കണ്ടോണ്ടിരിപ്പുണ്ടെങ്കിൽ ആ രീതിയിലാണ് നോക്കുന്നത്. ആ ഒരു ലാസ്റ്റ് ഷോട്ട് ആണെങ്കിൽ അതുമില്ല. നമുക്കിപ്പോ ബാക്ക് ടു മലയാള സിനിമ നമ്മള് എടുത്തുപോയി വിഷയം നമുക്ക് ചർച്ച ചെയ്യാൻ നമ്മളെ കട്ട് ചെയ്തോട്ടോ, വേണേ കട്ട് ചെയ്തോട്ടോ. ഇല്ല അത് സാരമില്ല. ഓക്കെ, ഇനി ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്താ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു സെക്കൻഡ് നിശബ്ദത വന്നില്ല, അതുപോലെ. അല്ല, തിയേറ്ററിൽ എങ്ങനെയായിരുന്നു സ്വീകരിക്കപ്പെട്ടത്? എനിക്ക് നല്ല ഹിറ്റായിരുന്നു. ഈ വർഷത്തെ നല്ല ഗ്രോസിംഗ് ആണ്. ഈ വർഷത്തെ ഏറ്റവും നല്ല ഗ്രോസിംഗിലുണ്ട്. ടെക്നിക്കലി നല്ലതായിരുന്നു തോന്നുന്നു. തിയേറ്ററിൽ ഒരുപാട് ടെക്നിക്കലി ഞാൻ പറയട്ടെ, ടെക്നിക്കൽ ഡയറക്ഷൻ അടിപൊളിയായിരുന്നു, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എല്ലാം സൗണ്ട്, മ്യൂസിക് എല്ലാം അടിപൊളിയായിരുന്നു, ആക്ടിങ്, പെർഫോമൻസ് എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ ഓരോരുത്തരും ഓരോ ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് ചെയ്തത്. അവർക്ക് മനസ്സിലായ ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് ചെയ്തത്. അപ്പൊ ആ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ടെക്നിക്കൽ പെർഫെക്ഷനിൽ അടിപൊളിയായി. അപ്പൊ എല്ലാരും കൂടെ പക്ഷെ ഒരു പടത്തിൽ ചെയ്ത് വന്നപ്പോഴേക്കും പല പടമായിപ്പോയി. അത്ര ഒരു ചെറിയ പ്രശ്നം മാത്രം. ചമനൊക്കെ നൈസായിട്ട് നല്ലപോലെ എഡിറ്റ് ചെയ്ത പടമാണ്. എല്ലാരും ഔട്ടായിരുന്നു. പിന്നെ ഒരു വലിയ പടം അടുത്തത് വരാൻ പോകുന്നത്, പിന്നെ കുറെ നാള് ഈ വർഷത്തെ നമ്മളിപ്പോ ഈ പേഴ്സണൽ ഫേവറേറ്റ്സ് പറഞ്ഞല്ലോ, പേഴ്സണലി ഏറ്റവും ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ളൊരു എന്റെ ഒരു സിനിമയാണ് അടുത്ത് വരാൻ പോകുന്നത്, എമ്പുരാൻ. എന്റെ ഇതില് പൈസ പോയി നല്ലാണ്ടിരിക്കുന്നു പറയാൻ. അതെ, എമ്പുരാന്റെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യത്തെ 15-20 മിനിറ്റ് കണ്ടു തീർത്തിട്ട് ഞാൻ ഹാപ്പിലി ആ സിനിമയിൽ ഇറങ്ങിയാൻ. അവിടെ എനിക്ക് തിയേറ്ററിൽ നിന്ന് പോയാലും ആ സിനിമത്തേക്ക് കണ്ടിട്ട് ഞാൻ എൻജോയ് ചെയ്ത് ഇറങ്ങിയാൻ. വേറെ ഒന്നും എനിക്ക് കാണണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വിട്ടുപോയി. അല്ല, ഞാൻ ഉദ്ദേശിച്ച അത്രയും നല്ലതായിട്ട് സെറ്റ് ചെയ്ത് വെച്ച ഒരു സ്റ്റോറി. ഇതിലും എത്രയോ ഇപ്പൊ ട്രെയിലർ കണ്ടിട്ട് അല്ലെങ്കിൽ പഴയ സിനിമ കണ്ടിട്ട് യൂട്യൂബേഴ്സ് ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിലും കിടിലം കഥകൾ, ആ സിനിമ ഇനിക്കായിരിക്കും എമ്പുരാൻ വരാൻ പോകുന്ന. അതൊക്കെ കേട്ടിട്ട് ഇങ്ങനൊക്കെ വന്ന മലയാളത്തിൽ പുതിയൊരു സംഭവം ഒരുത്തന്മാരൊക്കെ ചിന്തിച്ച് മറ്റേ പോകുന്ന പോക്കൊക്കെ ആണ്. ഞാനും മിക്കവാറും ഇനിയിപ്പോ ഞാൻ വല്ല ഫിലിം മേക്കർ ആയ സീക്വലൊക്കെ വരുമ്പോ ഞാൻ ഇങ്ങനെ സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ യൂട്യൂബുകാർ എന്തൊക്കെയാ പറയണെന്ന്, എന്നിട്ട് അതിൽ നിന്ന് എഴുതാന്ന് വിചാരിക്കും. എനിക്ക് ലോകം കഴിഞ്ഞതിന് ശേഷം പുള്ളി അങ്ങനെ ഒരുപാട് മറ്റേ ഇതുപോലെ വേറൊരു പാർട്ടിയാണ് നമ്മുടെ ലോകേഷ്. മലയാളത്തിലെ പൃഥ്വിരാജും സെയിം ആവാൻ ചാൻസ് ഉണ്ട്. പൃഥ്വിരാജ് നല്ല ഫിലിം മേക്കറാണ്, അതെ സംഭവിച്ചു. പക്ഷെ എന്താണ് അയാളെ ചൂസ് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വേസ്റ്റ് ഓപ്ഷൻ എടുത്തിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ സിനിമ തിയേറ്ററിൽ ഇരുന്നിട്ട് ലാസ്റ്റ് ഒക്കെ കണ്ടപ്പോ ഇത് തെലുങ്ക് പടം, തെലുങ്ക് താഴ്ത്തി കാണിക്കുന്നതല്ല, പക്ഷെ എന്താ അവസാനം നമ്മൾ ഒരു ലൂക്കില് ഗുണ്ടയാക്കി കളഞ്ഞു നമ്മുടെ ഈ ആരെയാ സ്റ്റീഫൻ അല്ലെ എന്താ പറയുന്നത് ഖുറൈശി. അത് അബ്രാം, ആ പേരൊക്കെ, അതും പേര് വരെ ഡീകോഡ് ചെയ്ത ആൾക്കാർ ഒറ്റ വീഡിയോ പേര് ഡീകോഡ് ചെയ്തതിന് വരെ ഇട്ടുണ്ട്. ഖുറൈശി അബ്രാം അങ്ങനെ അത് പറഞ്ഞ് വരെ ഇട്ടിട്ടുണ്ട്. എനിക്കാണ് മുരളി ഗോപിക്ക് ഈ പൊളിറ്റിക്സ് തലക്കേറി പിടിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, അല്ലാണ്ട് പുള്ളിയുടെ പടങ്ങൾ. ഇത് മുരളി ഗോപി മാത്രം ഉത്തരവാദിയാന്ന് ഞാൻ പറയുന്നില്ല. ഇതില് റൈറ്റർ ഒരിക്കലും എന്ത് പ്രശ്നം വന്നാലും അത് ഡയറക്ടർ, പ്രൊഡ്യൂസർ ഇവർ രണ്ടുപേരും പ്രശ്നമാണ്. വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പെർഫോമൻസ് പോലും പാവം ഇയാളുടെ ഒരു കാര്യം പറഞ്ഞു. ഭാഗ്യത്തിന് പുള്ളി പടം ടോട്ടലി എനിക്ക് ഓക്കെ എബോവറേജ് എന്ന് പറഞ്ഞാലും പുള്ളിയുടെ ഭാഗ്യ പിന്നെ തരുൺമൂർത്തിയെ കണ്ടുമുട്ടിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പുള്ളിക്ക് ഈ ഒരു വർഷം ഹൃദയപൂർവ്വം വിജയിക്കാൻ കാരണം തുടരുവാന്ന് തോന്നിയിട്ടുണ്ടോ? ഹൃദയപൂർവ്വമല്ലല്ലോ ഞാൻ പറഞ്ഞ, ഹൃദയപൂർവ്വം വിജയിക്കാൻ കാരണം തുടരും വിജയിച്ചതാന്ന് തോന്നുന്നുണ്ടോ? എന്റെ മോനെ, ഞാൻ ബോക്സ് ഓഫീസ് നോക്കുക എന്ന് വെച്ചാൽ മോഹൻലാലിന്റെ 3 പടങ്ങളുണ്ട് അല്ലെ. അതെ, എമ്പുരാൻ. പക്ഷെ എമ്പുരാൻ സെറ്റ് ചെയ്ത് കൊടുത്തു, അത് തുടരും യൂസ് ചെയ്തു. അതിന്റെ വാലയില് എന്റെ ഒരു ഇതാ കേട്ടോ, എനിക്ക് എമ്പുരാൻ നല്ല പെർഫെക്റ്റ് സിനിമയാണ് കേട്ടോ. ടെക്നിക്കലി പെർഫെക്റ്റ്, എല്ലാരും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ടെക്നിക്കലി എനിക്ക് സിനിമോട്ടോഗ്രാഫി ഒട്ടിച്ചിട്ട് പല ഫോർമാറ്റിട്ട് അടിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണേ. ആ ഒരു സിനിമയില് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരേ ഒരു സീനേ ഉള്ളൂ. ആ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ എത്ര പവർഫുൾ ആണെന്നാണ് ഫസ്റ്റിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ആ പവർ കാണിക്കുന്ന ഒരു സീനുണ്ട് അല്ലെ, ആ പവർ കാണിക്കുന്ന ഒരു സീനുണ്ട്.
ഇയാൾ ആ ഡ്രോൺ വരുമ്പോഴത്തേക്കും ഇതൊന്ന് നിൽക്കുമ്പോഴത്തേക്കും നോക്കിയിട്ട് പോകുന്നൊരു സാധനമുണ്ട്. അതൊരു കിടിലൻ സീൻ. അതൊരു 1 മിനിറ്റ് കുറച്ചു നേരമാണ് പൃഥ്വിരാജ് ടോപ്പായൊരു സീനാ അത്. ആ ഒരു ഭാഗത്തെ മോഹൻലാലിന്റെ നോട്ടവും ഒന്നാത് കണ്ണാടി ശരിക്കും എടുത്തോ എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് പുള്ളി പോകുന്ന ഭയങ്കര ആ ഷോട്ട് വെച്ചേക്കുന്നതാണെങ്കിലും പുള്ളി ഒന്ന് ഒരു വലിയ സംഭവം മോഹൻലാലിനെ കാണിക്കുമ്പോ അങ്ങനെയല്ല, ഒരു വലിയൊരാള് നിൽക്കുന്ന പോലെ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്ത സീൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും തൊട്ടിപ്പടം ആ രീതിയിൽ കൊണ്ടുപോയി കളഞ്ഞു. എനിക്ക് ഈ പടം കഴിഞ്ഞതിന് ശേഷം ഞാൻ രാത്രി ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി എനിക്ക് പറഞ്ഞു ഈ എല്ല് ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ട് അത്ര എല്ലുണ്ടായിരുന്നു. ഈ എല്ലാം കൂടെ എവിടെ കൊണ്ടേ വെക്കും. അതുപോലെയായിരുന്നു ഈ പടം. സോണിക്കിലേക്ക് പക്ഷെ അടിപൊളിയായിരുന്നു ദീപക് ദേവിന്റെ സൗണ്ടിങ് ഒക്കെ അത് എല്ലാരും പറയുകയും ചെയ്തിട്ടോ. അതെനിക്ക് തോന്നുന്നു പുള്ളിയുടെ കോസ്റ്റ്യൂം ഒക്കെ കൊണ്ട് കോമഡി ആയി പോയതാണ്. പക്ഷെ ഭയങ്കര ഒരു കിടിലൻ ഡയറിങ് ആയിരുന്നു. ഇത്രയും ആ റോക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ അത് മാത്രം എൻജോയ് ചെയ്തു ശരിക്കും. മ്യൂസിക് അല്ലേ? മ്യൂസിക് പക്ഷെ എല്ലാവർക്കും വർക്കായില്ല. എനിക്ക് ആദ്യം വർക്കായില്ല, പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന്റെ ആ ഒരു പുള്ളി ആ സിംഫണി ഓർക്കസ്ട്ര വെച്ച് ചെയ്തേക്കുന്ന പരിപാടികളൊക്കെ ഏതോ ഒരു പുള്ളി പറഞ്ഞ എങ്ങനെ ചെയ്തതെന്ന്, ഏതോ ഒരു ചർച്ചിലോ അങ്ങനെ എന്തോ പോയിരുന്ന് ചെയ്ത ആ ഒരു നമ്മള് ശരിക്കും കേട്ട് കഴിഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റിംഗ്. നമ്മള് എന്താ പ്രശ്നം, ആദ്യം ഇത് ഇങ്ങനെയല്ല നമ്മള് എക്സ്പെക്ട് അല്ല, ആദ്യത്തെ ആയാലും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ആദ്യത്തതും ദീപക് ദേവ് മ്യൂസിക് ചെയ്തത് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ സോണിക്കില് പോലെ ഇത്ര പോലെ അടിപൊളിയല്ലായിരുന്നു. പക്ഷെ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോ സ്റ്റോറി ഡൗൺ ആയപ്പോ എല്ലാരും പിന്നെ മ്യൂസിക്കിലും എടുത്ത് എന്താണെന്നറിയോ, ഈ സ്റ്റോറിയും പെർഫോമൻസും താഴുമ്പോ അതിനെ സേവ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് മ്യൂസീഷ്യൻസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അത് ചെയ്തവരും ഉണ്ട്. ഇപ്പൊ സുഷിനൊക്കെ അതിന്റെ അണ്ണനാണ്. പുള്ളി പടം ഊളയാണെങ്കിൽ പുള്ളി പടം ഓട്ടിച്ചെടുത്ത് പടം അങ്ങ് വിജയിപ്പിക്കും. അങ്ങനെ വിജയിപ്പിച്ചുള്ള പടമുണ്ട്. ഇവിടെ ഹിറ്റായിട്ടുള്ള പടങ്ങളുണ്ട്. അങ്ങനെ വേറെ ഞാൻ പറയാനുള്ള ചില പടങ്ങളൊക്കെ ഒരു തേങ്ങയില്ല, പക്ഷെ പുള്ളി ഓട്ടിച്ചെടുത്തിട്ടുള്ള പടമുണ്ട്. അപ്പൊ അത് കിട്ടാത്തതിന്റെ ഒരു സാധനമാണ്. കുഴപ്പമില്ല, പുള്ളി ഇനിയും വരും. പുള്ളി അടുത്ത നല്ലൊരു വർക്ക് ചെയ്യുമ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ തോന്നുന്നു ഈസ്റ്റർ സിനിമകളാ വന്നെന്ന് തോന്നുന്നു. ആ ഈസ്റ്റർ സമയത്ത് ഇറങ്ങിയ പടങ്ങള് ബസൂക്ക വന്നത് അറിഞ്ഞില്ല, പോയത് അറിഞ്ഞില്ല. എന്നേലും OTT വരുമെന്ന് നോക്കിയിരിക്കുക. മമ്മൂട്ടിയുടെ പടം വേണ്ടൊന്ന് കണ്ടേക്കാം എന്നൊരു അതിനകത്ത് അവര് പുള്ളി ഉണ്ടല്ലേ? അതെ, ഗൗതം വാസുദേവ് മേനോന്ന് കാണുന്നുണ്ട്. മരണമാസം വന്നു പിന്നെ അതിന്റെ കൂടെ കണ്ടില്ല അല്ലേ? അതും എന്തോ കുഴപ്പമില്ല, ഫെയിൽഡ് ട്രൈ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇടയ്ക്ക് എന്തൊക്കെയോ കൊള്ളാം, അത്രേ ഉള്ളൂ. പിന്നെ ആലപ്പുഴ ജിംഖാന നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞിട്ട് എല്ലാവരും തിയേറ്ററിൽ കണ്ടോണ്ടാ ഇഷ്ടപ്പെട്ട, OTT-യിൽ വലിയ വർക്കാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഈ ഇടയ്ക്ക് വീണ്ടും ഇരുന്ന് കണ്ടു. ഞാൻ ഭയങ്കര ആണ്. ചിലപ്പോ എനിക്ക് ഇനി കാണുമ്പോഴായിരിക്കും ഇഷ്ടപ്പെടുന്നത്. എനിക്ക് അത് ചിലപ്പോ വർക്കാവില്ല എന്ന് വരും കേട്ടോ. ഇപ്പൊ അങ്ങനെ എനിക്ക് വർക്കാവാത്ത പടം ലോകം മൊത്തം അംഗീകരിച്ച പടങ്ങൾ ഉണ്ട്. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് വർക്കായില്ലെങ്കിൽ വർക്കായില്ല, അത്രേ ഉള്ളൂ. പിന്നെ മലയാളത്തിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായ തുടരും ആണ് ഏറ്റവും വലിയ വിജയം. ഒരു കാര്യം കേട്ടോ, ജിംഖാന കാണുകയാണെങ്കിൽ എടുക്കുന്ന ഒരു മൈൻഡ് ഇത്രേ ഉള്ളൂ. അത് എന്താ, അതാണ് മോഡേൺ സിനിമയുടെ ഒരു പുതിയ ഒരു വേർഷനാണ്. അപ്പൊ അതിനകത്ത് അവൻ ചെന്ന് തോക്കുക എന്നുള്ളതാണ് പടം. അവൻ ജയിക്കാനായിട്ട് ആരും ആഗ്രഹിക്കരുത്. അതുപോലെ അവൻ ഇങ്ങനെ ചെയ്യണം. നമ്മുടെ സ്റ്റാൻഡേർഡ്സും നമ്മുടെ മോറൽസും കൊണ്ട് ദയവ് ചെയ്ത് ആ ക്യാരക്ടേഴ്സിന്റെ തലയിൽ കൊണ്ടിട്ടരുത്. എങ്കിൽ നിങ്ങൾക്ക് സിനിമ ഇത് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എഴുത്തുകാരനാവാൻ നിൽക്കരുത്. നസ്ലിൻ ഈസ് ജസ്റ്റ് മാർക്കറ്റ് ചെയ്യാൻ, ആ പടത്തിന് തിയേറ്ററിൽ കയറ്റാനുള്ള മാത്രമായിട്ട് കണ്ടാൽ മതി. ബാക്കി നല്ലതല്ലേ, ആൾക്കാർ മാർക്കറ്റായി പടം വിജയിച്ചതിൽ ഒരു കാരണമായിട്ടുണ്ട് എന്തായാലും. അല്ല, എന്തൊക്കെ കൊണ്ടായാലും നമ്മൾ ഒരിക്കലും മറ്റേ എന്തോ നമുക്ക് ഇങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയല്ല ആലപ്പുഴ ജിംഖാന. ഇങ്ങനെ കുറച്ച് പേര് എനിക്ക് അങ്ങനത്തെ ഇതുണ്ട് കേട്ടോ. ഇതൊക്കെ പറയുമ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആളുകൾ കുറച്ചുകൂടെ വർക്കായേനെന്ന്. പക്ഷെ ആ സിനിമ അങ്ങനെ അല്ല വർക്കാവേണ്ടത്. അതല്ലാതെ വർക്കായി അതൊരു മോഡേൺ ടേക്ക് ആവണം, പുതിയൊരു നറേറ്റീവ് ആവണം. അതുകൊണ്ടാണ് ചിലപ്പോൾ ഇപ്പം കാണുമ്പോൾ വർക്കാവില്ല. ഇനി കുറച്ച് നാൾ കഴിഞ്ഞ് അടുത്ത യങ്സ്റ്റേഴ്സിൽ അടുത്ത ജനറേഷൻ ഫിലിം മേക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ജിംഖാന അവർ പറഞ്ഞു തുടങ്ങും ഞങ്ങളുടെയൊക്കെ ഒരു ഗോ ടു മൂവി എന്ന് പറഞ്ഞു തുടങ്ങും. ഇപ്പൊ പണ്ട് സ്കോട്ട് പിൽഗ്രിം ഒക്കെ വന്ന സമയത്ത് ഉള്ളൊരു സാധനമായിരുന്നു.
അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവിൽ ആ സിനിമയെ കണ്ടു തുടങ്ങും. ഇനി തുടരുമിലേക്ക് വരാം. ഒന്നും പറയാനില്ല, എനിക്കൊന്നും പറയാനില്ല. അൺപോപ്പുലർ ഒപ്പീനിയൻ ആണ് എന്റെ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നെക്സ്റ്റ്. ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ല, എനിക്ക് പല സിനിമകൾ മിക്സ് ചെയ്ത പോലെ തോന്നി. പുലിമുരുകനും ഒപ്പോ എല്ലാം കൂടെ എടുത്തു വെച്ച പോലെ തോന്നി. എനിക്ക് ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. ആ ഒരു ഈവൻ ആ ഒരു പുള്ളി ജോർജ് സാറിന്റെ കൂടെ പുള്ളിയുടെ യാത്ര, ആ ഒരു പോയി ആ റിയലൈസ് ചെയ്യുന്ന ഭാഗം വരെ സൂപ്പർ ആയിട്ടാ ചെയ്തിരുന്നു. സ്ക്രീൻ പ്ലേ ഭയങ്കര രസമായിരുന്നു. എനിക്ക് തരുൺമൂർത്തിയുടെ പടമാന്ന് കിട്ടി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ മോഹൻലാൽ സിനിമ എന്നുള്ള രീതിയിലേക്ക് ആ ഒരു ഫാൻ ബോയ് സിനിമ ആയി പോയി. പക്ഷെ വൃത്തിയായിട്ട് പുള്ളി അവർക്ക് വേണ്ടി ചെയ്തു. നമ്മളങ്ങനെ ഒരു രീതിയില് കാണാൻ എനിക്ക് തരുൺമൂർത്തിയുടെ ഏറ്റവും മോശം സിനിമ അത്രേ ഞാൻ പറയുന്നുള്ളൂ. എനിക്കല്ലാതെ ഇനി അങ്ങനെ ഒരു പ്രശ്നം വെച്ചാൽ പുള്ളി ആ ഒരു ബാർ സെറ്റ് ചെയ്തിട്ട് ഇനിയും അങ്ങനെ ഒരു സിനിമകൾ മാത്രമായി മനുഷ്യർ രക്ഷപ്പെട്ടു, ഫിനാൻഷ്യലി സെക്യൂർഡ് ആയി. ശരിയാ. പക്ഷെ പുള്ളിക്ക് ആഗ്രഹം ഈ ഏതാ പറയാ ഓപ്പറേഷൻ ജാവ പോലത്തെ സിനിമകൾ ചെയ്യാൻ ആഗ്രഹം പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ പറയാ മോഹൻലാലിന്റെ അല്ലേ, അത് വേറെ ആരോ ഡയറക്ട് ചെയ്തിരുന്നതാണ്. അത് മാറ്റിയിട്ട് തരുൺമൂർത്തി ആ പടം എടുത്തല്ലേ, ആഷിഖ് ഉസ്മാന്റെ പടം അല്ലേ? ഓക്കെ, അത് പുള്ളി എടുത്തു. നൈസ്. പിന്നെ എന്നാ തുടരും നമുക്ക്. ഓക്കെ, നമ്മൾ ഇനിയിപ്പോ നമ്മൾ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. അതെ, നമ്മൾ അതിനെപ്പറ്റി നമുക്ക് ഫീൽ ചെയ്ത് എന്താന്ന് തോന്നി. എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങളുണ്ട്, ഇഷ്ടപ്പെടാത്ത ഭാഗങ്ങളുണ്ട്. പിന്നെ പടക്കളം വന്നു, എന്റെ സന്ദീപ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സന്ദീപ് വന്നിട്ടുണ്ടെങ്കിലും ഒരു റീഇൻട്രൊഡക്ഷൻ ഓഫ് സന്ദീപ് പ്രദീപ് എന്ന് പറയാനാണെങ്കിൽ സന്ദീപിന്റെ 3 പടം ഉണ്ടല്ലേ ഈ വർഷം. സന്ദീപ് ആലപ്പുഴ ജിംഖാനയിലുണ്ട്. അതെ, പടക്കളം സന്ദീപ് വിചാരണം അത്യാവശ്യം പുള്ളിക്ക് പ്രായമുണ്ട്. 30 വയസ്സുണ്ടല്ലേ? 30 കൂടുതലുണ്ട്. അർജുനന്റെ പ്രായമുണ്ട്. നല്ല പ്രായമുണ്ട് പുള്ളി. പുള്ളി ഇപ്പൊ ചെറിയ റോൾസ് ഒക്കെ ചെയ്യണമെങ്കിലും നല്ല അത്രയും ഇയേഴ്സ് ഫിലിമിന് വേണ്ടി കഷ്ടപ്പെട്ട് നിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു പെർസവറൻസ് വേണം. പിന്നെ ഫാന്റസി മൂവിയാന്ന് കേട്ടു. അങ്ങനെ എന്തോ നമ്മുടെ വീക്കെൻഡിന്റെ ആണ്. അതെ തോന്നുന്നു. അതെ, ഓക്കെ. പടക്കള അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇംപ്രസീവ് ആണ്. ഞാൻ മനുവിനെ വിളിച്ചിരുന്നു. മനുവിനെ ഞാൻ വിളിച്ചെന്നെ പറഞ്ഞു. നല്ല റൈറ്റിംഗ് ആണ്, നല്ല റൈറ്റിംഗ് ആയിരുന്നു പടം. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, എല്ലാ എക്സ്പോസിഷൻസ് ആയിപ്പോയി, എല്ലാം ഡീറ്റെയിൽസ് ആയിപ്പോയി. എന്ന് വെച്ചാൽ വേൾഡിലെ ഡീറ്റെയിൽസ് മാത്രം ആയിപ്പോയി. അത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ആകെ ഹ്യൂമറൊക്കെ വന്നത് സുരാജേട്ടന്റെയും ഷറഫിന്റെയും കയ്യിൽ നിന്നിട്ട് 1-2 സാധനങ്ങളല്ല, ബാക്കിയെല്ലാം ഡീറ്റെയിൽസ് ആയിപ്പോയി. വേൾഡിന്റെ മാത്രം എടാ ഇങ്ങനെ ചെയ്താലേ ഇങ്ങനെ ആവുള്ളൂ, ഇങ്ങനെ ചെയ്താലേ അങ്ങനെ ആവുള്ളൂ, അങ്ങനെ തന്നെ പടം പോയി. പക്ഷെ അത് ആളുകൾ അറിഞ്ഞിട്ടില്ല. ആളുകൾക്ക് അത് എന്റർടൈനിങ് ആണ്, അത്ര അത് മതി. പിന്നെ കംഫർട്ട് എഴുത്തല്ലായിരുന്നു. ആദ്യം തന്നെ കൊണ്ട് സ്വാപ്പ് ചെയ്തു. സാധാരണ ഇന്റർവെല്ലൊക്കെ സ്വാപ്പ് ചെയ്യുന്ന സാധനം ആദ്യമേ കൊണ്ട് സ്വാപ്പ് ചെയ്തു. അത് ഭയങ്കര ഇംപ്രസീവ് ആയിരുന്നു റൈറ്റിംഗില്. കണ്ടു. ഇഷ്ടായില്ല. ആദ്യത്തെ സിനിമ ഇഷ്ടമാണോ? തമറിന്റെ ആദ്യത്തെ പടങ്ങളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. നല്ല സിനിമയെന്ന് കേട്ടിട്ടുണ്ട്. ഒരു കോൺവെർസേഷൻ മൂവി, അത് രസമുണ്ട് കണ്ടിരിക്കാനായിട്ട്. പിന്നെ ആ സമയത്ത് വന്ന അടുത്ത പടമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. സ്കിപ്പ് കണ്ടു. കൊള്ളില്ല. വളരെ മോശം സിനിമ, വളരെ മോശമാണ്. എനിക്കത് പോട്ടെ ആ രീതിയിൽ കണ്ടു മോശമെന്ന് തോന്നുന്നു. എനിക്കത് ആ നായിക പെണ്ണിനെ ഇഷ്ടപ്പെട്ടായിരുന്നു, കൊള്ളായിരുന്നു. എന്തോ ആ ഒരു സിനിമയ്ക്ക് ചേർന്ന ഒരു ഇതായിട്ട് തോന്നി. ഇനിയും ഒരു ചാൻസ് വരും. അതെന്ന് പെർഫോം ചെയ്തിട്ടുണ്ട് ആള്. അതായത് അത് പെർഫോം ചെയ്യുന്ന ഒരാൾക്ക് ഒരു നല്ലൊരു ഡയറക്ടറെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കൺട്രോൾ ആക്കാൻ പറ്റില്ല. അത് ആ പടത്തിന് വേണ്ട ഒരു പരിപാടിയാണ്. നമുക്ക് തോന്നണം അവളോട് ഒരു വെറുപ്പ്, അതുകൊണ്ട് അവൾ വെറുപ്പിച്ചിട്ടുണ്ട്. വിച്ച് ഇസ് ഓക്കെ. അതിന്റെ റൈറ്റിംഗ് മോശമായിരുന്നു. റൈറ്റിംഗ് ഭയങ്കര പ്രിട്ടൻഷ്യസ് ആയിപ്പോയി. അവൾ പെട്ടെന്ന് മാറിയില്ലേ, അതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടാത്തത്. അവള് വെറുപ്പിച്ചു. അവള് വെറുപ്പിച്ച് തന്നെ വിട്ടിരുന്നെങ്കിൽ നമുക്ക് ഇറിറ്റേറ്റിംഗ് ആയ ആ ക്യാരക്ടർ ഇറിറ്റേറ്റിംഗ് ആണ്. എനിക്കത് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. അതിലൊരു ഡെബ്യൂട്ട് എന്ന രീതിയിൽ നല്ലായിരുന്നു, കൊള്ളാം. ഒരു ഫ്യൂച്ചർ കാണുന്നുണ്ട്, വരട്ടെ. നോക്കാം.
ഇനി നമ്മുടെ ഏട്ടന്റെ കൂടെ പോയത് കൊണ്ട് ആരും അടുപ്പിക്കായിരുന്നെങ്കിലേ ഉള്ളൂ. അപ്പൊ ആ സബ്ജക്ട് നമുക്ക് വിട്ടേക്കാം. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ കണ്ടില്ല. കണ്ടില്ല? കുഴപ്പമില്ല, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഈ കുഴപ്പമില്ല സിനിമകൾ കാണാൻ വയ്യാത്തോണ്ടാണ് ഒന്നും കാണാത്ത. ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നരിവേട്ട കണ്ടില്ല. കണ്ടോ? കണ്ടു നോക്ക്. ഒരു കാണാൻ പറ്റുന്ന ഒരു നെഗറ്റീവ് എനിക്ക് ടോവിനോ ഇഷ്ടമാണ്, പക്ഷെ എങ്കിലും ആ സിനിമയുടെ നെഗറ്റീവ് ടോവിനോ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ടോവിനോ ഭയങ്കര ഇഷ്ടമാണ്. ടോവിനോയുടെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഈ ഐഡന്റിറ്റിയിലൊക്കെ ഹോപ്പ് വെച്ചതൊക്കെയാണ്. പക്ഷെ പോപ്പുലർ ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു അതെ, ഇതിപ്പോ ആരെയൊക്കെ കേൾക്കുകയാണെങ്കിൽ തെറി വിളിക്കാനുള്ള എല്ലാ സെറ്റപ്പും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൂൺ വോക്ക് കണ്ടെങ്കിലും ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് കാണാൻ പറ്റിയില്ല. പിന്നെ ആ ഒരു ടൈമിൽ കുറെ സിനിമകൾ ഇറങ്ങി. ആസിഫ് അലി നൈസായിട്ട് ഇടയ്ക്ക് ആഭ്യന്തര കുറ്റവാളി എന്നൊരു സാധനം കൊണ്ട് വന്നിട്ട് വന്നത് പറഞ്ഞില്ല, പോയത് പറഞ്ഞില്ല. അങ്ങനെ പഴയ 10,000 രൂപ ക്ലബിലേക്ക് കയറിയ പോലെ ആയിപ്പോയി. 10,000 രൂപ. പിന്നെ വന്ന് റോന്തും വ്യസന സമയത്ത് ഒരുമിച്ച് വന്ന അല്ലെ, രണ്ട് നല്ല സിനിമ. ഭയങ്കര വർക്കായിരുന്നു, നല്ല രസമുള്ള. റോന്ത് ആക്ച്വലി ഒരു ഹൊറർ സിനിമയാണ് അല്ലെ. ഞാൻ കാണും എന്തായാലും. റിയാലിറ്റി എത്ര ഹൊറർ ആണോ? അതാണ് സംഭവം. ഹൊറർ സിനിമ അത്ര റിയൽ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് നല്ല സൂപ്പർ പെർഫോമൻസ്. രണ്ടുപേരും ഉഗ്രം പെർഫോമൻസ്. പിന്നെ വ്യസന സമേതത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ എൻജോയബിൾ സിനിമ. പക്ക ആ ഒരു എന്താ പറയാ, തിരുവനന്തപുരംകാരോട് നീതി പുലർത്തിയോ ഒത്തന്റിക് ട്രിവാൻഡ്രം മൂവി. സോ ഹാപ്പി ആഫ്റ്റർ സീയിങ് ദാറ്റ്. കാരണം ട്രിവാൻഡ്രം അത്രയും ബെറ്റർ ആയിട്ട് ചെയ്ത പടങ്ങളിലാണ്. നിങ്ങൾ ട്രിവാൻഡ്രം. അതെ തിരുവനന്തപുരംകാരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല അവിടെ. ഞാൻ ചോദിച്ച എല്ലാ തിരുവനന്തപുരംകാർക്കും കറക്റ്റ് ഇത് തന്നെ സാധനം. നിങ്ങൾ പിന്നെ പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുന്ന ഇതാണ്. ധീരൻ കണ്ടിട്ടുണ്ടോ? ആരും കണ്ടോ? ധീരൻ ഞാൻ കണ്ടായിരുന്നു. നീ പറയാ കോമഡി ഭയങ്കര വർക്കാണ്. എനിക്ക് അതിന്റെ അവസാനമൊക്കെ ഒരുമാതിരി കഞ്ഞി പടമായിട്ട് തോന്നി. പടം മോശമാണ്. ഒരു പടമുണ്ട് ഇതുപോലൊരു പടം എനിക്ക് ഫീൽ ചെയ്തത്, ഒരു പട്ടിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു, അസ്ലിനും മാത്യുവും കൂടെ ഉള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു. അത് ഇതുപോലെ ഈ തമിഴ്നാട് ഭാഗത്തെങ്ങാണ്ടാണ് സെക്കൻഡ്. അത് ഭയങ്കര അങ്ങനെ ഒരു മോശമാക്കി കളഞ്ഞായിരുന്നു. ആ ഒരു ഫീല് കിട്ടിയ ഒരു സിനിമയാക്കി ധീരൻ. ഇതുപോലെ തന്നെ അശോകനും കുറച്ച് ഭാഗം രസമുണ്ട്. എനിക്ക് കോമഡിയൊക്കെ പിന്നെ സുരേഷ് ഗോപിയുടെ സമയം കളയല്ലേ, ഫോട്ടോ എടുത്ത പരിപാടിക്ക് ഉള്ളടാ ഈ വർഷം. അതാണ് ഇതിപ്പോ ഞാനിങ്ങനെ നോക്കുക ഈ വർഷം ഇറങ്ങിയ സിനിമകൾ ഏതൊക്കെയാ. എപ്പോഴേ ഓർക്കും ഇതൊക്കെ ഈ വർഷമാണോ, ഇത്രയും പോകുന്നു ഇവിടെ, ഇത്രയും പോന്നിട്ട് എന്തോരം സിനിമകൾ ഇറങ്ങിയ പൊട്ടി പോകുന്നു. നമ്മളിത് മലയാള സിനിമ ലോകത്ത് മുഴുവൻ ഇതാന്ന് പറയുമ്പോഴും ആ സൈഡിൽ കൂടെ എത്ര പടമാ, ഇതൊക്കെ ഏത് പടമാന്ന് ആലോചിക്കുക. സുമതി വളവ് കണ്ടായിരുന്നോ? ഇല്ല, ഞാനും കണ്ടില്ല. അത് ഒരു നല്ല സിനിമ എന്നൊക്കെ കേട്ടു, അറിയില്ല. സാഹസോ? ഇല്ലല്ലേ. അപ്പൊ അതിന്റെ ഇടയിൽ വന്ന സിനിമകളൊന്നും നിങ്ങളും കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. നമ്മളെ സിനി ഫയൽസ് ഒന്നും അല്ല കേട്ടോ. ഇവരൊക്കെയാണ് പോഡ്കാസ്റ്റ് ചെയ്യണത്, പടം കണ്ടിട്ടുള്ള. എനിക്ക് തോന്നുന്നു ഈ സിനിമകളൊക്കെ വന്ന സമയത്താണ് ഞാനൊരു പ്ലേ സ്റ്റേഷൻ വാങ്ങിച്ചത്. അതുകൊണ്ട് ഇതൊന്നും കാണാൻ നേരം കിട്ടിയില്ല. അല്ലാണ്ട് താല്പര്യമില്ലാത്തോണ്ടല്ലേ? അതെ അല്ല, ഞാൻ കാണുമായിരുന്നു. ചുമ്മാ ഇരുന്ന് നമുക്കൊരു സമയം കളയാലെന്ന് ഓർത്ത് കാണുന്ന സിനിമകളായിരുന്നു. പക്ഷെ ഇത് ആ ഒരു സമയത്ത് ഇത് വാങ്ങിച്ചോണ്ടാന്ന് തോന്നുന്നു കണ്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. ഇതിന്റെ ഇടയിൽ സിനിമയുടെ പേര് കണ്ട, ഏത് നേരത്താണാവോ, ഏത് നേരത്താണോ പ്ലേ സ്റ്റേഷൻ വാങ്ങിക്കുന്ന സിനിമയുടെ തലവര കണ്ടോ? ആണോ? ഞാൻ കണ്ടില്ല. തലവര ഭയങ്കര അത് പടം പൊട്ടിപ്പോയി, നല്ല പടമായിരുന്നു എന്നാണ് എല്ലാരും പറഞ്ഞത്. പക്ഷെ എനിക്കെന്തോ അങ്ങനെ തോന്നി. അല്ലേ, പടം പൊട്ടാനുള്ളതാ. എല്ലാരും ചിന്തിക്കണം എങ്ങനെയാന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ പടങ്ങളും വിജയിക്കുന്നില്ല, പിന്നെ തോട്ടാണ്. ഇതിനകത്ത് കൾപ്രിറ്റിനെ നമുക്ക് പിടിക്കാനുണ്ട്. അർജുൻ അശോകൻ. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ നമ്മൾ അറിയുന്നില്ല, പുള്ളി വന്ന് എനിക്ക് അഭിനയം വയസ്സ് എല്ലാവരും. എനിക്കൊരു ഇടയ സമയത്തെ ആസിഫ് അലിയുടെ ഒരു ഫീല് കിട്ടുന്നുണ്ട് ഈ അർജുൻ അശോകനെ കാണുമ്പോഴത്തേക്ക്. എവിടെയെങ്കിലും ഒരു വരവ് വരും. ഇപ്പൊ ബ്രഹ്മയുഗത്തിൽ ഒരു പടം ഈ പ്രാവശ്യം വിജയിച്ചില്ല അല്ലേ? അല്ല, സുമതി വളവ് വിജയോ? ആസിഫ് അലി ഉണ്ടോ?
ആസിഫ് അലിയുടെ ഈ വർഷം രേഖാചിത്രം അത് മാത്രമേ ഉള്ളൂ ഓ വിജയിച്ചത്. ശരി. രേഖാചിത്രം വിജയിച്ചു. പിന്നെ ഹൃദയപൂർവ്വം ലോകയും കൂടെ വന്ന സമയമാണ് അടുത്തത് ഓണം. രണ്ടേ വന്നുള്ളൂ. പിന്നെ ഓടും കുതിര വന്നു. ഓണം സ്പെഷ്യൽ. ഓണം കുതിര ഓണം വാസ് എന്താ, ഞാൻ പോയി OKCK തല വെച്ചു, ഓക്കെ ബൈ ബൈ പറഞ്ഞു. വേറെ പിന്നെ ലോകയൊക്കെ കണ്ട് അയ്യോ വേണ്ട, ഞാൻ ലോകയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും എന്നെ ലോക കൊല്ലും. അൺപോപ്പുലർ ഒപ്പീനിയൻ അല്ലേ പൈന് ഭാഗത്ത്. അതെ അതെ, ലോക ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര വർക്കായിട്ടുള്ള സിനിമ. നിനക്ക് പടാണ്. വർക്കായുള്ള ജിഷ്ണു, നിനക്ക് വർക്കായെന്ന് നീ പറയും. എത്ര തവണ ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാൻ രാത്രി അയ്യോ ഉറക്കം വന്നു എനിക്ക്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇപ്പൊ ആലോചിക്കുന്നത് എന്താണെന്ന് ഞാൻ ഫസ്റ്റ് ഡേ ഞാൻ വീണ്ടും കണ്ടു കേട്ടോ. ഞാൻ വീണ്ടും എപ്പോഴൊക്കെയോ ഇതിനകത്ത് വന്നപ്പോ കണ്ടു. ഞാൻ ചുമ്മാ എൻജോയ് ഉണ്ട് കേട്ടോ. എനിക്ക് ഡൊമിനിക്കിന്റെ തരംഗം ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ചെറുതായിട്ട് ഡൊമിനിക്ക് ചെറിയ എന്തെങ്കിലും രസം ഉണ്ടായിരിക്കും പുള്ളിയുടെ ഒരു പടം. അങ്ങനെ സിമ്പിൾ രസം ഉണ്ടാവും ഓർത്ത് കണ്ട. പിന്നെ അതിന്റെ ആ ടീസർ പോലെ ഒത്തിരി ഒരു പരസ്യം വന്നില്ലെന്ന് തോന്നുന്നു. ഒരു പ്രതീക്ഷ ഇല്ലാണ്ട് ഞാൻ ഫസ്റ്റ് ഡേ ജസ്റ്റ് ഒന്നും നോക്കിയില്ല. കാരണം റിവ്യൂ വരുന്നതിന് മുന്നേ തന്നെ ടിക്കറ്റും എടുത്ത് റെഡിയായി ഇരിക്കുവായിരുന്നു കാണാന്ന് പറഞ്ഞാൽ. എന്തേലും ആട്ടെ എന്ന് പറഞ്ഞു. ആ ദിവസം മാത്രമേ ഉള്ളായിരുന്നു കാണാൻ. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ കാനഡയിൽ കാര്യം പറയുന്നത്. പിന്നെ ഫുള്ളാ, എപ്പോഴും ഫുള്ളാ, ഹൗസ്ഫുള്ള് പുറത്ത് വയ്ക്കുക. അപ്പൊ ഇത് ഓവർസീസില് ഓണം റിലീസിലെ പൈക്ക് ഇഷ്ടപ്പെട്ട ഓടും കുതിരയാണ് അല്ലേ? ഇല്ല ഒടുക്കത്തിൽ ഇഷ്ടപ്പെട്ടില്ല. ഹൃദയപൂർവ്വം ഇഷ്ടമല്ലേ? കുഴപ്പമില്ലാണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ കേട്ടോ. പക്ഷെ ഞാൻ തിയേറ്ററിലൊന്നും പോയി കണ്ടല്ല, OTT കണ്ടതുകൊണ്ടായിരിക്കാം. കാരണം എനിക്ക് ഞാൻ പയ്യെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനത്തെ ഒരു പടമാണ്. എനിക്കൊരു റോബർട്ട് ഡിനീറോ, സാൻഡ്ര ബുള്ളോക്ക് വന്നാൽ ആ പടം വർക്കായേനെ എന്ന് പറയണ പോലത്തെ ഒരു സാധനമില്ലേ. മേ ബി മാളവിക മോഹൻ അല്ലായിരുന്നെങ്കിൽ ആ പടം ഇനിയും വർക്കായേനെ. എനിക്ക് മോഹൻലാല് എനിക്ക് തോന്നി, ഞാൻ അൺപോപ്പുലർ ഒപ്പീനിയൻ വീണ്ടും ഈ വർഷത്തെ എനിക്ക് മോഹൻലാൽ ചെയ്തത് വെച്ചിട്ട് നല്ല റോളായിട്ട് എനിക്ക് തോന്നി. ഹൃദയപൂർവ്വം പിന്നെ അത് ഞാൻ പറയാം. എനിക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞ സത്യനന്ദിക്കാട് സിനിമകള് അച്ചുവിന്റെ അമ്മ കഴിഞ്ഞപ്പോ എനിക്ക് ഒന്നും കംപ്ലീറ്റ്ലി ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് എന്റേതായ റീസൺസ്. അതിപ്പോ ഫെയർ ആണ്. അപ്പൊ പക്ഷെ ഈ പറയുന്ന പോലെ എന്തുവാ, ഈ മോഹൻലാൽ സത്യനന്ദിക്കാട് കോമ്പിനേഷൻ വരുമ്പം നല്ലതായിട്ട് മോഹൻലാല് കുറച്ചുകൂടെ നമുക്ക് പഴയ ഇഷ്ടപ്പെടുന്ന ഒരു മോഹൻലാലിനെ കിട്ടും. എന്താ അറിയത്തില്ല, എങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് പുള്ളി അങ്ങ് വരുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ വിധി വരുന്നതായിരിക്കും. വേറെ പടം എടുക്കുന്നൊക്കെ എനിക്ക് സംഗീതം എങ്ങനെ വർക്ക്ഔട്ട് ചെയ്തെന്ന് എടുത്തൊന്ന് ഭയങ്കര, ഞാനിങ്ങനെ അത് സിനിമ കാണുമ്പോൾ ഇവരുടെ റാപ്പോ ബിൽഡ് ചെയ്തില്ലേ ബ്രില്യന്റ് ആയിട്ട്. അത് ഒരു ആക്ടറിന്റെ ഫ്രണ്ടിൽ നിന്ന് അഭിനയിക്കുക എന്ന് പറഞ്ഞത് ഇച്ചിരി പാടാണ്, ഇത്രയും ലെജൻഡറി ആക്ടറിന്റെ ഫ്രണ്ടിൽ. അപ്പൊ എനിക്കത് മോഹൻലാൽ സ്പേസ് കൊടുക്കുകയും ചെയ്തു. സംഗീതം അത് വൃത്തിയായിട്ട് ഹാൻഡിൽ ചെയ്തു. ഭയങ്കര ബ്രില്യന്റ് ആയിട്ട് അത് ഹാൻഡിൽ ചെയ്തു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഹൃദയപൂർവ്വം. ഞാൻ വീണ്ടും ചിലപ്പോ കാണുകയും ചെയ്തു. എനിക്ക് ഹൃദയപൂർവ്വം കാണാൻ ഇഷ്ടമുള്ള പടം ഓടുംകുതിര വാസ് ലൈക്ക് ലാലിന് വേണ്ടി കാണാം. ലാലിന്റെ ഷോർട്സ് ഒക്കെ എടുത്ത് കട്ട് ഞാൻ വീണ്ടും കാണാം. ആ മനുഷ്യനെ രക്ഷയില്ല. പിന്നെ ചില ഡയറക്ടർമാര് മിന്നായം പോലെ വന്ന പടങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ജിത്തു ജോസഫിന്റെ മിറാജ് കണ്ടില്ല. ഇത് ഈ ഐഡന്റിറ്റിയുടെ കാര്യം പറഞ്ഞ പോലെ വലിയ കുറെ സംഭവം ചേർത്ത് ഭയങ്കര കഥയുണ്ടാക്കി. മിറാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വിസ്റ്റ് എന്നായി പടത്തിന് സിനിമയിലേക്ക് പേരിട്ടിരിക്കും നല്ലതായിരുന്നു തോന്നുന്നു. അത് ട്വിസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം പുള്ളി തന്നെ എഴുതിയിട്ട് ഓക്കെ നാളെ ബാക്കി എഴുതുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ട്വിസ്റ്റ് ഇടാം അങ്ങനെ എഴുതി പോയിട്ട് ആയിരിക്കുമല്ലോ എഴുതുന്നത് അല്ലേ? അപർണ മറ്റേ വക്കീലായിരിക്കും അല്ലേ? ആ വക്കീലാണ്. വേറെ ആരാണ്? അപർണ തറക്കാട് എന്ന് പറഞ്ഞിട്ടൊരു റൈറ്ററാണ് എഴുതിയിരിക്കുന്നത്. അത് ആരാന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ വിചാരിച്ച മുമ്പുള്ള സ്റ്റോറി കേട്ടോ. റിട്ടൺ സ്ക്രീൻ പ്ലേ ആക്ച്വലി ശ്രീനിവാസൻ അബ്രോൾ, ജീത്തു ജോസഫ്. അറിയില്ല കേട്ടോ ശ്രീനിവാസൻ അബ്രോൾ, സോറി. ജീത്തു ജോസഫ് അറിയില്ല കേട്ടോ. ആരത്? ഇതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോ ഹിന്ദി ആൾക്കാരൊക്കെയാണ് അറിയുന്നത്. വേറെ മിറാജ് ആയിരിക്കും വന്നേക്കുന്നത്. നീ ആണോ? അല്ല, വിക്കിപീഡിയക്ക് തെറ്റിയതാവും. പിന്നെ ഈ വള എന്ന് പറയുന്ന സിനിമ ഏത്? മറ്റേ മുഹസിൻ ബരാരിയാണ്. അല്ല, പഴയ മുഹാഷിൻ എന്ന് പറഞ്ഞിട്ടൊരാൾ. കഠിന കടോരമീ എന്താ കടാഹ. അതെ.
അതാണോ അയാളാണോ വള്ള ചെയ്തത്? Yeah, തല്ലിപ്പൊളി yeah, സിനിമയായിരുന്നു, അയ്യോ നല്ല ഞാൻ തല്ലിപ്പൊളി സിനിമയായിരുന്നു. പിന്നെ ഒരു നൈസായിട്ട് വേറൊരു ആള് നൈസായിട്ട് തല കാണിച്ചിട്ട് പോയി. ആരായിരിക്കും? വിനീത് ശ്രീനിവാസ്. യെസ്. അയ്യോ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പോയി കണ്ട സിനിമയാ. എന്നിട്ട് ഇറങ്ങി വന്ന് ഞാൻ കല്യാണം ഒപ്പിടുന്നു, രജിസ്റ്റർ മാരേജ് ആയിരുന്നു. ഒപ്പിടുന്നു, അടുത്ത ഷോ കരം ഡം. ഞാനിങ്ങനെ കാണാൻ വേണ്ടി ബുക്ക് ചെയ്യാനൊക്കെ പോയപ്പോഴാണ് പൈയുടെ മെസ്സേജ് കാണരുതെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ എനിക്ക് ഇവന്റെ പ്രതീക്ഷ എനിക്ക് ഓർമ്മയുണ്ട്. 1 വീക്ക് മുമ്പ് കാര്യം ജോമോൻ ആയോണ്ട് ഒന്നും പേടിക്കണ്ട, പടം പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റില്ല. ജോമോൻ ടി ജോൺസ് അയ്യോ ബ്രില്യൻ ക്യാമറമാൻ, ബ്രില്യൻ അതെ ക്യാമറ. അതെ സമ്മതിച്ചു, അതെല്ലാം ശരിയാ. അത് എനിക്കും തോന്നി കണ്ടപ്പോ. പക്ഷെ ആ പടം അത് മാത്രമുണ്ട് ആ പടത്തിൽ, അത് മാത്രമുണ്ട്. വിനീത് ശ്രീനിവാസിന്റെ കയ്യിലല്ല പടം. ആ പുള്ളിക്ക് എന്ത് എനിക്ക് തോന്നുന്നു ഫുള്ള് പകുതിയും അയാളുടെ അസിസ്റ്റൻസ് വല്ലതും ഉണ്ട്. അവരാരും ആയിരിക്കും എടുത്തതെന്ന് തോന്നുന്നു. ഇപ്പൊ പുള്ളി ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ദി ഡയറക്ടർ ഓഫ് തിര എന്നൊക്കെ പറയുമ്പോ ആരായാലും പ്രതീക്ഷിക്കാൻ പറ്റും. പിന്നെ ആക്ട് ചെയ്ത ആള് തന്നെയല്ലേ കഥ എഴുതി, നോബിൾ. പാവപ്പെട്ട എവിടെയും രക്ഷപ്പെട്ടു. ബൾട്ടി കണ്ടായിരുന്നു? ബൾട്ടി കണ്ടില്ല, ഞാനും കണ്ടില്ല. പോട്ടെ, സാരമില്ല. നല്ല ലുക്ക് ആൻഡ് ഫീൽ ആയിട്ടും ഞാൻ കണ്ടില്ല. ഇതുപോലെ മുങ്ങി നടക്കുമായിരുന്നു. വരുവായിരിക്കും ഒന്നുകൂടെ എപ്പോഴെങ്കിലും ഒന്ന് പിടിച്ച് വരട്ടെ. നല്ലൊരു നടനാണ്, വരട്ടെ. അവിഹിതം കണ്ടായിരുന്നോ? കണ്ട് ഇഷ്ടപ്പെട്ടോ? സെന്നാജിയുടെ പടങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ്. സെന്നാജിയും പിന്നെ ശ്രീരാജൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര പേഴ്സണലി ഞങ്ങൾ വൈബ് ചെയ്യുന്ന ആളുകളാണ്. അപ്പം പക്ഷേ ഈ കാര്യത്തിൽ അവിഹിതം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്രയും കുറച്ച് പ്രിട്ടൻഷ്യസ് രാഷ്ട്രീയമായിട്ട് തോന്നി. അവിഹിതം എനിക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്തിട്ട് അവസാനം എനിക്ക് തോന്നി അത് അങ്ങോട്ടാ പോകുന്നതെന്ന് തോന്നി. പക്ഷെ എന്ന് വെച്ചാൽ അവസാനം ഞങ്ങള് മതില് ചാടണ്ടേന്ന് ഓഡിയൻസിന് മനസ്സിലായില്ല. പിന്നെ കുറെ രാമായണ റെഫറൻസ് ഒന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ കുറെ ഡിസ്കഷൻ വന്നൊരു സിനിമയാണ്, എനിക്കത് കണ്ടിട്ട് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഫെമിനിറ്റി ഫാത്തിമ നല്ല പടമാണ്. ആണല്ലേ? ഈ വർഷം തടവും ഇങ്ങനെ ഇൻഡിപെൻഡന്റ് സിനിമകൾ പറയൂ, എന്നാലേ നമ്മൾ സിലിഫൈൽസ് ശരിക്കും അതാണ് ക്രിട്ടിക്സ് ഒക്കെ അതാണ് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ സിനിമകൾ ഇത് ചെയ്യണം. അതാ ഞാൻ തപ്പിയിട്ട് ഞാൻ ഓടിച്ചു വിടുക, പറഞ്ഞു പോയ കാര്യം നമ്മൾ ചർച്ച ചെയ്ത് പോകും. ഫെമിനിറ്റി ഫാത്തിമ നല്ല പടമാണ്. തടവ് ഈ വർഷത്തെ നല്ല പടമാണ്. തടവ് നീ എവിടെയോ കണ്ടല്ലോ? ആദ്യം ഇറങ്ങിയതായിരിക്കും, ജാനുവരിയിലേക്ക് ഇറങ്ങിയത് ഒരു സിനിമയുണ്ടേ, ഞാൻ കണ്ടതാ, ചുമ്മാ തണുപ്പ് കണ്ടുണ്ടോ? ഇല്ല. ഇൻഡിപെൻഡന്റിൽ നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ടാവും, അത് കുഴപ്പമില്ല. ഒരു നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു, ചെറിയൊരു പടം, ഒരു പാവം സിനിമ അങ്ങനെ പറയുകയാണെങ്കിൽ. പിന്നെ നമ്മുടെ അടുത്തത് വരാൻ പോകുന്നത് ദ പെറ്റ് ഡിറ്റക്റ്റീവ്. ഇഷ്ടപ്പെട്ടില്ലല്ലോ? നീ കണ്ട, നിനക്ക് ഇഷ്ടപ്പെട്ടില്ല? ഞാനത് ആ ഒരു മൈൻഡ്, ഇപ്പൊ ബബ്ബ എങ്ങനെ കാണാൻ പോകുന്നു ആ മൈൻഡിൽ ഇരുന്ന് കാണാനായിരുന്നു എന്റെ പ്ലാൻ. അതുകൊണ്ട് ഞാൻ അതിന്റെ അപ്പുറം ഇരുന്ന് കാണാന്ന് വിചാരിച്ചു, ഒന്നും നടന്നു. ആണല്ലേ? ഞാനത് വിട്ടു, എൻജോയ് ചെയ്ത് പോയി. എങ്ങനെ കൊറേയൊക്കെ എന്നാ എന്തെങ്കിലുമൊക്കെ മനസ്സിലായില്ലെങ്കിൽ അങ്ങ് നമ്മളങ്ങ് ഇഗ്നോർ ചെയ്ത് വിടുന്ന ടൈപ്പ് സംഭവം. ഇപ്പൊ ബബ്ബയുടെ പ്രശ്നം തന്നെ, ഞാൻ കണ്ടു കഴിയുമ്പോൾ 5 മിനിറ്റ് പിന്നെ നടന്ന എന്നാന്ന് എനിക്കറിയത്തില്ല, ഓർമ്മയില്ല. അങ്ങനെയാണ് ആ പടം കണ്ടത്. ആ രീതിയിൽ തന്നെ ഈ പടം കണ്ടത്. ഓക്കെ, കുറച്ച് ഇടയ്ക്കൊക്കെ എന്തൊക്കെയോ രസമുണ്ട്. അങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റിയ ഒരു പടമായിരുന്നു. പാതിരാത്രി ഉണ്ടോ? ഡയറക്ടർ കണ്ടതല്ലേ? പുഴുവിന്റെ ഡയറക്ടറിന്റെ പടം, പുഴു. വെയിറ്റിംഗ് ഫോർ OTT വരട്ടെ. പിന്നെന്നാ എന്തോ നൈറ്റ് റൈഡേഴ്സ് എന്ന് പറഞ്ഞ എന്തോ സിനിമ, മാത്യു. ഓക്കെ, അത് കഴിഞ്ഞ് DS. അത് നമ്മള് നല്ലതായിട്ട് സംസാരിച്ചതാണ്. അതിനെപ്പറ്റി ഞങ്ങളുടെ അഭിപ്രായം അറിയണമെങ്കിൽ ഞങ്ങളുടെ മുന്നത്തെ വീഡിയോ മുഴുവൻ ഇരുന്ന് കണ്ടാൽ മതി. അവസാനം വരെ കണ്ടാലേ ആ കറക്റ്റ് അഭിപ്രായം കിട്ടുള്ളൂ. അങ്ങനെ. പിന്നെ നമ്മുടെ രാജവേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, വിലായത്ത് ബുദ്ധ. അയ്യോ, എനിക്കൊന്നും പറയാനില്ല. എനിക്കത് ട്രെയിലർ കണ്ടപ്പോഴേ ഞാൻ കാണില്ലാന്ന് തീരുമാനിച്ചു. കാരണം ഞാൻ ആ ബുക്ക് വായിച്ചിട്ടുള്ളൂ. അപ്പൊ ഓസ്ട്രേലിയ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബുക്കുകളിൽ ഒരെണ്ണമാണ്. ഞാൻ അതിന് ഈ കാസ്റ്റിംഗ് ഇതാണെന്ന് കണ്ടപ്പോ തന്നെ എനിക്ക് വർക്കായില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഷമ്മി തിലകൻ നല്ലപോലെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഗുഡ് തിങ്. പുള്ളിയെ അപ്പൊ നമ്മളാരും കണ്ടില്ലത്, നമുക്ക് അഭിപ്രായം പറയണ്ട, പോട്ടെ. പാവം പുള്ളി എന്തോ ചെയ്യാൻ നോക്കി, നടന്നില്ല, ചീറ്റി. കൂടെ വന്ന എക്കോ അത് യൂസ് ചെയ്തു. അത് യൂസ് ചെയ്യുന്ന ഞാൻ പറയുന്നില്ല. എക്കോ ഇപ്പൊ അതിന്റെ കൂടെ അല്ലെങ്കിലും
അതിന്റേതായ ഒരു നല്ല സിനിമയാണ്. ഓഡിയൻസ് വന്ന് അത് വിജയിക്കും ഉറപ്പായിട്ടും. അത് വിലായത്ത് ബുദ്ധ ഫെയിൽ ആയതുകൊണ്ട് എക്കോ വിജയിച്ചെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. എക്കോ ഈസ് മൈ ഫേവറേറ്റ് മൂവി ഓഫ് 2025. പിന്നെ കളംകാവൽ എത്തി. കളംകാവൽ നമ്മള് ഡിസ്കസ് ചെയ്തില്ല. കണ്ടില്ലേ? ടൈം കിട്ടിയില്ല. ഓക്കെ, ടൈം കിട്ടാത്തോണ്ടല്ല, എന്തോ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയില്ല, അതാണ് സംഭവം. എനിക്കും എബോ ആവറേജ് അങ്ങനെ പറയാണെങ്കിൽ അത്രേ ഉള്ളൂ. ആക്ടിങ് വൈസ് പുള്ളി ആസ് യൂഷ്വൽ ഒന്നും പറയാൻ. ഞാൻ തിയേറ്ററില് എനിക്ക് തിയേറ്ററിൽ ഞാൻ ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. സെക്കൻഡ് ഹാഫ് സ്ഥിരം പടമായിപ്പോയിട്ട് എനിക്ക് വർക്കായില്ല സമയം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സിനിമകൾ വന്നു. നമ്മുടെ ഇതിന്റെ ഇടയിൽ നമ്മുടെ അടികപ്പിയാരെ കൂട്ടമണിയുടെ ടീം പാർട്ടി ഒരു പടമായിട്ട് വന്നായിരുന്നു. എന്തോ ഒരു ഷെയ്ൻ ടോം ചാക്കോയുടെ പടം, അടിനാശം വെള്ളപ്പൊക്കം അങ്ങനെ എന്തോ അതിന്റെ പേര്. ഏതോ ഒരു അതിന് ഞാനൊരു മറ്റേ നമ്മുടെ കാർത്തിക് സൂര്യ എന്ന് പറഞ്ഞ യൂട്യൂബറിനെ അറിയും, പുള്ളിയുടെ ഒരു ഇന്റർവ്യൂവില് കണ്ടായിരുന്നു. ഈ ഷെയ്ൻ ടോം ചാക്കോയും ഈ ഡയറക്ടറും കൂടെ വന്നിരുന്നു. അപ്പോഴാണ് ഈ സിനിമയെ പറ്റി കേൾക്കുന്നത്. അങ്ങനെ അതിനകത്ത് ഇയാള് തന്നെ ഈ പേര് പറഞ്ഞു മൈൻഡിൽ കയറി, അടിനാശം വെള്ളപ്പൊക്കം. അപ്പൊ അടികപ്പിയാരെ കൂട്ടമാണ് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു ആ സമയം. അപ്പൊ അത് അറിഞ്ഞുപോലുമില്ല, വന്നു പോയി അങ്ങനെ ഒരു അന്ന് അതുപോലെ തന്നെ ചെയ്ത് കാണുമായിരിക്കാം. പിന്നെ നിങ്ങൾ ഡിസ്കസ് ചെയ്താണല്ലോ, നിങ്ങൾക്ക് വർക്കായല്ലേ? എനിക്ക് വർക്കായിരുന്നു, എനിക്ക് അതിന് ഓർമ്മ പോലും ഇല്ല എന്നാ. അതിനകത്ത് ഇരുന്നപ്പോ എന്തോ നമ്മളിപ്പോ ഒരു പാട്ട് പരിപാടിയൊക്കെ കാണാൻ പോകത്തില്ല, നേരെ ഇയറിനുള്ള അപ്പോയിന്റ്മെന്റ് എന്തെങ്കിലും പ്രശ്നം അറിയാൻ. അല്ല, ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു നമ്മുടെ വണ്ടർലാൻഡിൽ പോയി അറിയാം അതിനകത്ത് എന്നൊക്കെ ഉള്ളത്, ഈ റൈഡ് ആ റൈഡ് ഈ റൈഡ്, അത് പോയി കയറി വേണമെങ്കിൽ എൻജോയ് ചെയ്യാം. ചില റൈഡിൽ കയറുമ്പോൾ നമുക്ക് അയ്യോ കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് ദിവസമില്ല, ആ ഒരു ഫീൽ. അതൊക്കെ ഒരു സിനിമ. മിണ്ടിയും പറഞ്ഞല്ല, എന്തോ ഒരു റോഷന്റെ എന്തോ സിനിമ, അരുണ്ട പടം. അത് കൊറേ നാളായി. റോഷൻ മറ്റേ ആരായിരുന്നു ആ മിണ്ടി പറഞ്ഞ റോഷനല്ല, ഉണ്ണിമൂന്നൻ. അല്ലെ അതല്ല ഞാൻ പറഞ്ഞത്, മിണ്ടിയും പറഞ്ഞല്ല, റോഷനും സെറിൻ ഷിഹാബും എന്ന് പറഞ്ഞ നടിയും ഒരു സിനിമ ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ. അത് വേറെന്തോ ഒരു പടമായിരുന്നല്ലോ. അതിപ്പോ OTT വന്നിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കാം. മനസ്സിലായി, എനിക്ക് മനസ്സിലായി. അപ്പൊ മറ്റേ ഇതുപോലെ ചാർലിംഗ് ലേറ്ററിന്റെ പടം പോലെ. പിന്നെ നമ്മുടെ തന്നെ നടന്മാര് വേറെ ഭാഷയിലും പോയിട്ട് അബദ്ധം കാണിച്ച സിനിമയൊക്കെ ക്രിസ്മസിന് ഇറങ്ങിയിരുന്നു. വർഷമേയാണല്ലേ? അത് 100 crore ബഡ്ജറ്റ് എങ്ങാണ്ടാന്നാ കേട്ടത്. വെരി ഗുഡ്. 1 crore അയൺ ചെയ്യുന്നു. അങ്ങനെയൊക്കെ കേട്ടു. അല്ല ഞാൻ ഇങ്ങനെ നോക്കുക, ഫസ്റ്റ് ഡേ കളക്ഷൻ 88 ലക്ഷം അങ്ങനെ എന്തോ വേണ്ടേ ഈ വൃഷഭയുടെ. അപ്പൊ നിവിൻ പോളിയുടെ നമ്മുടെ ഏതാ ഈ സർവമായ, അതും ക്രിസ്മസ് ആണല്ലോ. സർവമായക്ക് ഫസ്റ്റ് ഡേ എന്തോ 8 crore അങ്ങനെ എന്തോ അടുത്ത് വന്നെങ്ങാണ്ട് കണ്ടു. ഞാൻ ഓർത്ത് ആ ഡിഫറൻസ്, ഇത് മോഹൻലാൽ സിനിമയാ, അപ്പൊ ഡിഫറൻസ് ഇത് 10 ഇരട്ടി കളക്ഷൻ ഇവിടെ വന്നു, 100 കോടി ബഡ്ജറ്റുള്ള സിനിമയെക്കാട്ടിലും. അതാലോചിക്കുന്നത്, ഇയാള് അതിന് പറ്റിക്കുന്നുണ്ട്. പുള്ളി എന്താ ഉദ്ദേശിക്കുന്നത് അറിയത്തില്ല. ഇങ്ങനെയുള്ള സിനിമ പാൻ ഇന്ത്യൻ, ആ ബബ്ബെ പറഞ്ഞ പോലെ എന്റെ പാൻ ഇന്ത്യൻ സ്വപ്നം നീ സാക്ഷാത്കരിച്ചു തരണം, ആ സെറ്റപ്പിൽ പോകുന്നതാണെന്ന് അറിയത്തില്ല. പാവം എങ്ങനെയും പഴയ പരിപാടിക്ക് പോകാതെ തിരിച്ചു വരട്ടെ. അടുത്ത സിനിമ ഏതാണെന്ന് അറിയാം, എനിക്കറിയില്ല. എന്തേലും അറിയാം, നിങ്ങൾക്ക് അറിയാവുന്ന പ്രോജക്ട്സ് ഉണ്ടോ? ഉണ്ട്. ആഷിഖ് ഉസ്മാന്റെ പടം വരുന്നുണ്ട്. പിന്നെ ഉണ്ട് അത്യാവശ്യം ഫിലിം മേക്കേഴ്സ് ആയിട്ട് പടം ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് മോഹൻലാൽ, എന്തൊക്കെ പറഞ്ഞാലും പുള്ളി മോഹൻലാലാണ്. അതായത് പുള്ളിക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. പുള്ളിക്ക് വർക്ക് ചെയ്യാം, എനിക്ക് സെറ്റ് ആയി പോയിരിക്കണം, എനിക്ക് ആക്ഷൻ്റെ കട്ടിൻ്റെ ഇടയിൽ കുറച്ചു നേരം നിൽക്കണം, അതിന് അത്രേ ഉള്ളൂ പുള്ളിക്ക്. അല്ലാണ്ട് പുള്ളിക്ക് അങ്ങനെ പ്രത്യേകിച്ച് നിർബന്ധ ബുദ്ധികളോ, പുള്ളി ആകെ നിർബന്ധം പിടിച്ച് എനിക്ക് തോന്നുന്നു തുടരും തന്നെ ഉള്ളൂ. ഒരു 10 year പ്രൊജക്റ്റ് ആയിരുന്നു. ഇപ്പൊ 10 വർഷം കഴിഞ്ഞിട്ട് ഈ പടം ഇറങ്ങി. 2 മേക്കേഴ്സൊക്കെ മാറിയിട്ടുണ്ട്. ഒരുപാട് എല്ലാം നല്ല ഇംപ്രസീവ്. ജി പ്രജിത്തും പിന്നെ മധു നീലാണ്ടനൊക്കെ എടുക്കാൻ നിന്ന പടമാണ്. ലാസ്റ്റ് തരുൺ വന്ന് ജോയിൻ ചെയ്യും. അത് എം രഞ്ജിത്ത് ഇത് ചെയ്യായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് തരുൺ വന്ന് ജോയിൻ ചെയ്തു. പിന്നെ തരുണിനോട് എന്നാ പെട്ടെന്ന് അടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് അടിച്ച പടമാണ്. ഇത്ര ഗ്യാപ്പ് ഉണ്ട് എനിക്കെന്ന് പറഞ്ഞ് മോഹൻലാൽ ഡേറ്റ് കൊടുത്തു. അങ്ങനെ ഉണ്ടായ പടം. അങ്ങനെയാണ് ഈ വർഷത്തെ അവസ്ഥ. എനിക്കിഷ്ടായി. ഈ വീക്ക് എപ്പോഴും ഒന്ന് കാണണം. അത് ഞാൻ അടുത്ത വർഷം കാണാന്ന് വെച്ചു.
അങ്ങനെ അല്ല, എനിക്ക് ഇഷ്ടമായ ചിലപ്പോൾ ബയസും ഉണ്ടായിരിക്കും. കാരണം എൻ്റെ ഒരു മെയിൻ ഫാക്ടർ ഉണ്ട് സിനിമയിൽ. ഇപ്പം സിനിമകൾക്ക് ഇല്ലാന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ആ സിനിമയ്ക്ക് കൊടുത്തൊരു സാധനം എന്താന്ന് പറഞ്ഞാൽ ആളുകൾ നിറവോടെയാണ് ഇറങ്ങി പോകുന്നത്. ഞാനൊരു ലിഫ്റ്റ് കയറുമ്പോഴൊക്കെ നല്ല സിനിമയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് അടുത്ത ദിവസവും അവർ ക്യാരി ചെയ്യുന്നുണ്ട് ആ സിനിമ. അതൊക്കെ ഭയങ്കര കാര്യമാണ്. അത് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സിനിമകൾക്ക് ഇപ്പോൾ ടെക്നിക്കലി എല്ലാവരും അവർ ഈ പറഞ്ഞ ഒരു ഉത്സവം കണ്ട് പോണ പോലെയാണ് എല്ലാവർക്കും തോന്നുന്നത്. പക്ഷെ അല്ലാതെ അവർ ആ സിനിമയെ ഒന്ന് ഈവൻ ഹൃദയപൂർവ്വത്തിന് പോലും അത് കറക്റ്റായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. ചിലപ്പോൾ നിവിൻ പോളിയുടെ എക്സ്ക്ലൂസിവിറ്റി കൊണ്ടായിരിക്കും കേട്ടോ. ആക്ടേഴ്സിന് എക്സ്ക്ലൂസിവിറ്റി വരുമ്പോൾ നമുക്ക് ഭയങ്കര ആളുകൾക്ക് തോന്നി എന്ത് കാര്യമായാലും അതിനകത്ത് എന്ത് കാരണം വന്നാലും. പ്രത്യേകിച്ച് എനിക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ട് തോന്നി. അവര് അച്ഛനും മക്കളും എല്ലാം ഫസ്റ്റ് ഹാഫിന്റെ ആൾക്കാരാ. അത് ഫസ്റ്റ് ഹാഫ് അവര് എത്ര മോശമായിട്ട് തീർത്താലും ഫസ്റ്റ് ഹാഫ് അവര് വിട്ടുവീഴ്ച വരുത്തത്തില്ല, നല്ലതായിട്ട് ചെയ്യും. ഭയങ്കര എൻജോയിങ് പരിപാടിയായിരുന്നു, അടിപൊളിയായിരുന്നു. ടോട്ടലി പടം വർക്കായില്ലേ? ഫസ്റ്റ് ഹാഫ് വർക്കായി, കോമഡി വർക്കായി, യുംബോളി വർക്കായി, പറഞ്ഞ ആക്ടേഴ്സ് വർക്കായി. ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാം, എന്നോട് സംസാരിച്ചിട്ട് ഈ സിനിമയൊന്നും കാണാൻ പോകരുത്. അല്ലല്ല, അതൊന്നും അല്ല. ഞാൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് സിനിമ കാണാൻ പോണ ആളാണ് ഞാൻ. ഞാൻ പറഞ്ഞിട്ടില്ല ഈ അനാഥര് തപ്പിപ്പോലെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ കുറെ സിനിമകൾ സത്യനന്ദിക്കാട് ചെയ്യുന്നതാണ്. അപ്പൊ ആ ഒരു സാധനം എവിടെങ്കിലും ചെറുതായിട്ട് വന്ന മൈൻഡിൽ അതിങ്ങനെ കിടക്കും. ഓ ഇത് അത് വന്നല്ലോ. ഇപ്പൊ ഞാൻ അങ്ങനത്തെ ഇപ്പൊ എന്നെപ്പോ ഉള്ളമായിട്ട് മിണ്ടിയിട്ട് ഈ സിനിമയൊന്നും കാണാൻ പോകരുത്. ഏറ്റവും എനിക്കെന്താ വർക്കായില്ല. അത് എന്താ റീസൺ എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഇന്നലെ ഒരു ചേട്ടൻ എന്നെ എന്താ പറയാ സമാധാനിപ്പിക്കാൻ നോക്കി, എന്നെ ഇഷ്ടപ്പെടുത്താൻ നോക്കി ഇരുന്നിട്ട് ഇങ്ങനെ അത് കൊള്ളായിരുന്നല്ലേ ഇത് കൊള്ളായിരുന്നു. ഞാനൊന്ന് കണ്ടു നോക്കട്ടെ. എന്റെ ഇടയിൽ സൈനിക ഒരു പടമായിട്ട് വന്നായിരുന്നു, ഹാൽ. ഓ കണ്ടില്ല. സൈനികം പൊട്ടയെന്ന് കേട്ടു. എന്തോ അത്രയൊക്കെ ഉള്ളു ഈ വർഷത്തെ പരിപാടി കഴിഞ്ഞു. മലയാള സിനിമ വളരെ മോശമായിരുന്നു, ഉള്ളാരും പറയല്ലേ. മലയാള സിനിമ മോശമായിരുന്നു. എന്റെ നല്ല നടക്കാത്ത സ്വപ്നത്തിന്റെ 2025 അവസാനത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നു. ഇനി നമ്മള് കൂടുതൽ ചർച്ചകളുമായിട്ട് അടുത്ത വർഷം വരുന്നതായിരിക്കും. കൂടുതൽ ഫ്രീക്വൻസിയിൽ വരുന്നതായിരിക്കും. കൂടുതൽ നിങ്ങൾക്ക് തെറി വിളിക്കാൻ പാകത്തിനുള്ള സെറ്റപ്പുകൾ ഞങ്ങൾ ഇട്ട് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു എല്ലാവർക്കും. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ഗൈസ്.